സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരാൻ താമസിച്ചപ്പോ MVO നടക്കുന്ന ആളുകൾ പരസ്യമായി നമ്മളെ ആക്ഷേപിച്ച ആളുകൾ ഇന്നലെ തിരൂരിൽ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കാലുമാറി ചെന്ന അവിടുത്തെ ഒരു മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റിനെ സ്ഥാനം സ്വതന്ത്രമാക്കിക്കൊണ്ടാണ് അവസാനത്തെ പേര് പുറത്തുവിട്ടത്. ഈ പാർട്ടിയെ മൂന്നാമത് വരുമെന്നല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മൂന്നാമതേ ഒരു വ്യത്യാസം. മൂന്നാമത് നടത്തില്ല. മൂന്നാമതേ ഒരു പരമണ്ഡലത്തിലും സ്ഥിതിയാണ്. പിന്നെ CPIയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അതിലെ പണ്ട് ഈ പാർട്ടികളെ കന്നിമാസത്തിൽ വലിയ കുഴപ്പം കാണിക്കുമ്പോ പണ്ടുള്ള ആളുകള് ഇവന്മാരെ പിടിച്ചുകൊണ്ടുപോയി ചങ്ങലയിട്ട് കെട്ടിയിട്ട് ഈ നാരങ്ങാവിന്നുള്ള ഒരു പിടിച്ചിൽ പിടിഞ്ഞ് ഇവന്റെ കുരുത്തക്കേട് എടുത്തു കളഞ്ഞ് കുറച്ച് ജാമ്പലിട്ട് കെട്ടി അവിടെ ഇട്ടേക്കും. ഇവൻ പിന്നെ ആളുകളെ കണ്ടാൽ കടിക്കത്തില്ല, കുറയ്ക്കത്തേയുള്ളൂ. അതുപോലെ കുറയ്ക്കുന്ന ഒരു വർഗമാണ് ഈ CPI. കടിക്കത്തില്ല. ഇവിടെ സ്ഥാനാർത്ഥി തിരിച്ചതാണ്. CPIയുടെ സുഹൃത്തുക്കൾക്ക് പറയണം, ഈ ചി എന്നുള്ള അക്ഷരം വളരെ വ്യക്തമായിട്ട് എഴുതാൻ പറയണം. ഞാൻ ഈ പാർട്ടിയാണ് എന്റെ സുഹൃത്തുക്കൾ പുറത്തുകൊടുക്കുകയും താങ്ങിയത് ഞങ്ങളൊക്കെ പിരിഞ്ഞോട്ട് വരുമ്പോൾ ചിലർക്കൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇനി എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ അക്ഷരത്തിന്റെ കുഴപ്പമാണോ ചിലത് കണ്ടാൽ പിഞ്ചിറാണി എന്നൊരു വായിക്കും. കണ്ടുപോവാ എന്തോ പിഞ്ചിറാണിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു. ആ മന്ത്രിസ്ഥാനം കൊടുത്തപ്പോ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചു. മനുഷ്യനുമായിട്ട് എന്നുള്ള ഒരു വകുപ്പില്ല. ഉണ്ടോ? ചിഞ്ചിറാണിക്ക് മനുഷ്യനുമായി നേരിട്ട് എന്നുള്ള ഏതെങ്കിലും ഒരു വകുപ്പുണ്ടോ? അനിമൽ ഹോസ്പിറ്റലി ആരും മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ? ഞാൻ വക്കീലാണ്. നിങ്ങൾ ആരോഗ്യ കക്ഷികൾ ചിഞ്ചിറാണിക്ക് നേരിട്ട് മനുഷ്യനുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഇപ്പൊ ഈ നമ്മുടെ ഇവിടെ ഈ കളക്ടർ ചെന്നാൽ അങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ ഈ വന്യമൃഗശല്യം കൂടാനൊക്കെ കാരണം ഈ മൃഗവകുപ്പ് ഈ ചിഞ്ചിറാണിക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവർ നാട്ടിലുള്ള സമയത്ത് നിവേദനം കൊടുക്കാൻ ഇറങ്ങുന്നതാണോ എന്നാണ് അല്ലേ? അവിടെ ഇപ്പോ ഈ അങ്ങോട്ട് പോകുന്ന ഭാഗത്തൊക്കെ എന്നും വന്യമൃഗശല്യം. അത് നമ്മൾ പ്രയാസമായിട്ട് മന്ത്രിയൊന്നുമായിരുന്നില്ലല്ലോ. MLA ആയിരുന്ന 5 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ നടത്തിയതിന്റെ 4/1 പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു മന്ത്രി കൂടിയായ ചിഞ്ചിറാണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെയുള്ള മന്ത്രിമാര്? പണ്ടൊരു മുതലാളി അയാളെ വാങ്ങിയിട്ടായിരുന്നു ചോദിച്ചു, എന്തിനായി നിനക്ക് പെണ്ണെന്ന് ചോദിച്ചു. എന്തിനായി ചിഞ്ചിറാണി? ഇപ്പൊ എല്ലാവരും പറയുന്നത് പിണറായി പറയുന്നത് വികസനം. എന്തോ വികസിച്ചു? 800ഓളം ബാറുകൾ കൊടുത്തു. എഴുതല്ലാതാകുന്നത് 800 ബാർ കൊടുക്കുക. ഒരു ബാർക്ക് 35 ലക്ഷം രൂപ നടക്കണം. 35 ലക്ഷം രൂപ ലൈസൻസിനും കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് എത്ര വാങ്ങിച്ചിട്ടുണ്ട്? എഴുതല്ലാതാകുന്നത് മുക്കിന് വിവറേഴ്സ് കൊടുക്കാൻ എന്റെ നാട്ടിൽ 5 തവണ 5 ബാർ കുടിയുടെ കുടി 5 ബാറാണ്. 5 തവണ നിങ്ങൾക്കറിയാമല്ലോ. വട്ടവൺ ബാറ് മുതല് കോടതി നിമിഷം വരെ ചെല്ലുമ്പോ 5 ബാറാണ്. എവിടെല്ലാം ആരുണ്ട്? അമ്പലം കൊള്ളയടിക്കാൻ അല്ലേ? എവിടെല്ലാം ആരുണ്ട്? പട്ടാപ്പകൽ വെട്ടിക്കൊല്ല. എവിടെല്ലാം ആരുണ്ട്? സ്ത്രീപീഡനം പുറത്തുക. എവിടെല്ലാം ആരുണ്ട്? അഴിമതിക്ക് അവാർഡ് വാങ്ങിക്കാൻ. എവിടെല്ലാം ആരുണ്ട്? കത്രിക വെച്ച് കുത്തിക്കെട്ടാൻ. ഇപ്പൊ ആദ്യ കടക്കാർക്ക് ഈ
മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നോ രണ്ടോ കത്രിക എവിടെ നടന്നു ചോദിച്ചാലും ഈ സ്ത്രീകൾ പഠിച്ചു വെച്ച് ബുദ്ധികെട്ടി കത്രിക വീട്ടിൽ സൂക്ഷിച്ചിരിക്കും. ആരോഗ്യ രംഗത്ത് ഒന്നാമത് മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് മന്ത്രിയുടെ 90,000 എഴുതി വെച്ച് വായിക്കാൻ പറഞ്ഞാൽ പുള്ളി 900 നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വ്യവസായം എവിടെ നിൽക്കുന്നു? ഇടതല്ലാതാകുന്നത് എന്ന് ചോദിച്ചാൽ അത് മറുപടി ഇങ്ങനെ ടോട്ടലുമായി പെയ്യുന്നുണ്ട്. അത് കാര്യമില്ലാതാക്കി ആരുടെ പിണറായി വിജയന്റെ കുടുംബത്തിൽ മന്ത്രിമാരുടെ കുടുംബത്തിന്റെ സഖാക്കളുടെ എല്ലാം മൂലമായി നടന്ന ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ള എല്ലാ സഖാക്കളും കൊള്ളയടിച്ച് കോടീശ്വരന്മാരായി മാറി. കുഞ്ഞുകൃഷ്ണൻ അവിടുത്തെ പേരാവൂർ മണ്ഡലത്തിൽ പേരാവൂരില്ല പയ്യന്നൂർ, ആ പയ്യന്നൂർ മത്സരിക്കാൻ കഴിയുന്ന രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരന്റെ ഫണ്ട് തിരിച്ച് മധുസൂദനൻ എന്ന് പറയുന്ന MLA കൊള്ളയടിച്ചു എന്ന് പറഞ്ഞപ്പോഴല്ലേ കുഞ്ഞുകൃഷ്ണനെ പുറത്താക്കിയത്? രക്തസാക്ഷികളുടെ ഫണ്ട് അടിച്ചു മാറ്റാൻ എവിടെല്ലാതാകുന്നത്? ഒരു രക്തസാക്ഷി വഹിക്കുമ്പോ ഒരു മാർക്സിസ്റ്റുകാരൻ സമ്പന്നനാകുന്നു എന്നുള്ളതല്ലേ ഇവിടുത്തെ വ്യവസ്ഥിതി? അവരെ കഥാനുകൂലിയല്ലേ CPI പറയുന്ന പ്രസ്ഥാനം ചെയ്യുന്നത്? ഈ CPI ചുരുട്ടിക്കെട്ടുന്ന കാലം കഴിഞ്ഞില്ലേ? സമ്മേളനം ഔപചാരികമായി ആരംഭിക്കാൻ പോവുകയാണെന്ന് ദീർഘമായി പോകുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തുടങ്ങിയ ജനസേവനത്തിന് വേണ്ടി തുടങ്ങിവെച്ച എല്ലാ കാരുണ്യ പദ്ധതികളും തകർത്തെറിഞ്ഞില്ലേ? ഭരണം അവസാനിക്കാൻ പോകുമ്പോ ശമ്പള കമ്മീഷനിലേക്ക് കൊണ്ടുവന്ന കാര്യമുണ്ടോ? ഭരണം അവസാനിക്കാൻ പോകുമ്പോ DA ഞങ്ങൾ ഏപ്രിലിൽ കൊടുക്കുമെന്നോ എന്നതിൽ വല്ല കാര്യമുണ്ടോ? ഭരണം അവസാനിക്കാൻ പോകുമ്പോ പെൻഷൻ ഞങ്ങൾ കൊടുക്കുമെന്നോ എന്നതിൽ വല്ല കാര്യമുണ്ടോ? ഭരണം അവസാനിക്കാൻ പോകുമ്പോൾ വയനാട്ടിൽ പോയി ബ്ലാസ്റ്റ് ചെയ്ത് തുരക്കത്തിന്റെ അവിടെ കഥനാവട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ ചെയ്യാൻ ഈ സർക്കാർ അധികാരത്തിൽ ഉണ്ടാകുന്നു. ജനങ്ങളെ തട്ടിച്ചും വെട്ടിച്ചും കൊള്ളയടിച്ചും 10 വർഷക്കാലം പിണറായി നടത്തിയ ആ ഒരു അഴിമതി ഭരണത്തെ നമുക്ക് കൂട്ടുകയും ജനങ്ങളുടെ പണമെടുത്തല്ലേ സർവ പരസ്യങ്ങളും. ഇപ്പോ വീട് സന്ദർശനത്തിന് വേണ്ടി ഒരു മാർക്കറ്റിംഗ് നടത്തിയല്ലോ 7 കോടിയിലധികം രൂപ DYFIക്കാർ ചെറുപ്പക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഒരു വീട്ടിൽ പോയാൽ 7 രൂപ, 2 പേര് പോയാൽ 10 രൂപ വെച്ച് സഖാക്കളുടെ ലിസ്റ്റ് വാങ്ങിച്ച പണം കൊടുത്തിപ്പോഴും പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ആലോചിക്കാനില്ല. അതുകൊണ്ടാണ് CMM നസീറിനെ രണ്ടാമത് തവണ കൂടി ചടയമംഗലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം നിങ്ങൾ ഏറ്റെടുക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പാഠശാലകളെ കുറിച്ച് നിങ്ങൾ ഇരുന്ന് പഠിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആത്മപരിശോധന നടത്തണം. നമുക്ക് ക്ഷീണം വന്നിട്ടുള്ള ബൂത്തുകൾ കണ്ടുപിടിക്കണം. ആ ബൂത്തുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒറ്റക്കെട്ടായി ഒരുമയോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രവർത്തനം നടത്തി ഈ മെയ് 9-ാം തീയതി വോട്ടെണ്ണി കേരളത്തിൽ UDFന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോ ആ സർക്കാരിൽ ചടയമംഗലത്തിന്റെ സംഭാവനയായി കൈപ്പത്തിയിൽ മത്സരിക്കുന്ന MM നസീർ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഇളവാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാളയോട് ജേക്കബ്, ചിത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീന ഓണാദേവൻ, ഇളവാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റഷീദ ദേവി, കുമ്പൾ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി, ആലയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലില്ലിക്കുട്ടി, ഇത്രയും പേര് വേദിയിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷനായി നിയോജകമണ്ഡലം UDF കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ചിത്ര മുരളിയെ ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉദ്ഘാടകനായ ബഹുമാനായ യൂണിറ്റിന്റെ കൺവീനർ പ്രിയപ്പെട്ട അടൂർ പ്രകാശ് എം പി യാത്രയിലാണ്. ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യാത്രയിലാണ്. ഇവിടെ തന്നെ എത്തിച്ചേരും. നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. ഈ യോഗത്തിൽ ഈശ്വര പ്രാർത്ഥന പ്രിയപ്പെട്ട ശ്രീ ഹരിയെ സവിനയെ ക്ഷണിക്കുകയാണ്. അതെല്ലാം കുറയ്ക്കണമെന്ന് പറയണ്ട ഒന്ന്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതള സസ്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭജ്യോത്സ്ന പുളരിതയാമിനി കുലകുസുമിതരുമദശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖതാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഈ സമ്മേളനത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട യൂണിയറ്റിന്റെ കനകാലം കമ്മിറ്റിയുടെ കൺവീനർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ നേതാവ് കൂടിയായ ശ്രീ മുഹമ്മദ് റഷീദ് ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ ചടയമംഗലം നിയോജകമണ്ഡലം യുഡിഎഫിന്റെ ചെയർമാൻ കൂടിയായ ചിത്ര മുരളി, നമ്മുടെ സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറി കൂടിയായ എം നസീർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചടയമംഗലം നിയോജകമണ്ഡലത്തിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം നസീറിന് വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള മണ്ഡലതല കൺവെൻഷനാണ് നാം ഇവിടെ നടത്തുന്നത്. ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള UDF പ്രവർത്തകർ വളരെ ഉത്തരവാദിത്വത്തോടും സഹകരണത്തോടും കൂടി തന്നെ ആ കർത്തവ്യം നിറവേറ്റും എന്ന വിശ്വാസത്തോടുകൂടി നമ്മുടെ ഉദ്ഘാടകൻ ഇപ്പം തന്നെ ഇവിടെ എത്തിച്ചേരും. ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ വിജയം നമ്മുടെ എല്ലാം ആവശ്യമാണെന്ന ധാരണയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും നാം പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന് സ്വാഗതം പറയുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ചടയമംഗലം നിയോജകമണ്ഡലം UDFന്റെ ചെയർമാൻ ചിത്ര മുരളി അവർക്കാണ്. ഈ യോഗത്തിന്റെ പേരിൽ കൺവെൻഷന്റെ പേരിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനായ UDFന്റെ ചെയർമാൻ അടൂർ പ്രകാശ് MP അവർക്കാണ്. UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് അവർ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തായി നമ്മളുടെ എല്ലാം
സഹകരണവും സഹായവും പ്രതീക്ഷിച്ച് നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായി UDF നേതൃത്വം നിയോഗിച്ച KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ MM നസീർ അവர்களാണ്. അവരുടെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 10-15 വർഷക്കാലമായി നമ്മുടെ നിയോജകമണ്ഡലത്തിലുടനീളം എല്ലാ വീടുകളും വ്യക്തികളും നേരിട്ടറിയുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പൊതുപ്രവർത്തകനാണ് ശ്രീ MM നസീർ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടുന്ന കാര്യത്തിന് വേണ്ടി തന്നെയാണ് നാം എല്ലാം കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഞാൻ പ്രത്യേകിച്ച് ഓരോരുത്തരെ സ്ഥാനപേരുകളൊന്നും പറയുന്നില്ല, ഒരു കാര്യത്തിനനുസരിച്ച് പറയുന്നു. ഈ യോഗത്തിൽ സംബന്ധിച്ച KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ BS ഷിജു അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. DCC ഭാരവാഹികളായ D ചന്ദ്രബോസ്, ഇല്യാസ് റാവുത്തർ, അഡ്വക്കേറ്റ് G മോഹൻ, PS പ്രദീപ്, VTCB, SS ശരത്, BO സാജൻ, KG സാബു എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബ്ലോക്ക് പ്രസിഡന്റുമാരായ B ബിനു, ശ്രീകുമാർ, അഡ്വക്കേറ്റ് ശ്രീകുമാർ എന്നിവരെ ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ PR സന്തോഷ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോൺഗ്രസ് നേതാക്കളായ കൊല്ലായി സുരേഷ്, മുഹമ്മദ് കുഞ്ഞ്, വാലിയോട് ജേക്കബ്, ലിബിൻ ജേമോൻ എന്നിവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AM റാഫി, ലീന ഓമനക്കുട്ടൻ, റഷീദ ബേബി, അശ്വതി ഉത്തമൻ എന്നിവരുടെ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓമനദേവൻ, സോറി, ലീന ഓമനദേവൻ, അതിനൊരു ചെറിയ തെറ്റുപറ്റി ക്ഷമിക്കാം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്ര, മഹിളാ കോൺഗ്രസ് നേതാവ് സുൽഫത്ത് ടീച്ചർ എന്നിവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദളിത് കോൺഗ്രസ് നേതാവ് ബെഞ്ചമിൻ സുരേന്ദ്രനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കളായ M മൻസാദ് സെക്രട്ടേറിയറ്റ് അംഗം, തമിഴ്നാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് രമേശ് റഷീദ് സെക്രട്ടറി, MA സർദാർ സാഹിബ്, കുറുമ്പാട് ഗുരുനാഥ്, സുബേർ സാർ എന്നിവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. RS നേതാക്കളായ നവീനാക്ഷൻ, പോരട മുസ്തഫ, പുനേന്ദ്രക്കുറുപ്പ്, മടക്കൻ മോഹൻപിള്ള, സെലീം മഞ്ഞപ്പാറ, ഇളമാട് ഗോപി എന്നിവരെ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. CLD നേതാവ് അയ്യൂബ് ഖാൻ, സിറുകഥ കടക്കൽ എന്നിവരെ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ജനപ്രതിനിധികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, മാധ്യമപ്രവർത്തകർ എല്ലാറ്റിലുപരി UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് മാർവിൻ, ആദർശ് വർമ്മ എന്നിവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജനപ്രതിനിധികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, മാധ്യമപ്രവർത്തകർ എല്ലാത്തിനുപരി UDF സ്ഥാനാർത്ഥി വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ UDF പ്രവർത്തകരെയും സഹോദരി സഹോദരന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചടയമണ്ഡലം ലോക്കൽ കൺവെൻഷൻ എന്നത് ആക്കി മാറ്റണം. മണ്ഡല കൺവെൻഷൻ അല്ല. JSS നേതാവ് സുധാകരൻ പള്ളത്ത്, KSU നേതാവ് ഹരി സാഹ എന്നിവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇവിടെ UDF വേണ്ടി നല്ല ഒരു പ്രസംഗം കാഴ്ചവെക്കുകയും കാര്യങ്ങൾ വിശദമായി നിങ്ങളെ എല്ലാവരോടും പറയുകയും ചെയ്ത നമ്മുടെ എല്ലാവരും അണ്ണൻ എന്ന് വർത്തിക്കുന്ന പേര് മാറ്റിയ അണ്ണൻ എന്ന് വിളിക്കുന്ന അഞ്ചൻ സോമനണ്ണനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആരെയും വിട്ടുപോയിട്ടുള്ള ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ വിജയത്തിന് വേണ്ടി, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി
എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ബഹുമാനായ UDF-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കൺവീനർ ആറ്റങ്ങലത്തെ MP കൂടിയായ പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ്, ഏറ്റവും സമാരാധ്യനായ നമ്മുടെ കുടുംബത്തിലെ ഒരംഗം, ഈ നിയോജക മണ്ഡലത്തിൽ സമീപ ഭാവിയിലെ MLA ആയി തീരുവാൻ വേണ്ടി നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തേര് കളിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ MM നസീർ അടക്കം ശ്രീ സോമണ്ണൻ പള്ളത്ത്, ഞാൻ എല്ലാവരെയും പേര് സ്വാഗതം പറഞ്ഞ് ഹിന്ദി എന്ന് പറഞ്ഞു പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് പോകുന്നില്ല. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ അധ്യക്ഷ പ്രസംഗം 5 മിനിറ്റ് കൊണ്ട് നിർത്തും. ഈ ഒരു അധ്യക്ഷ പ്രസംഗത്തിന്റെ പ്രസക്തി ഇല്ല. നമ്മളെല്ലാം കാര്യങ്ങൾ അറിയുന്നവരും കേൾക്കുന്നവരും അതിന് എതിരായും ഗവൺമെന്റിന്റെ 10 വർഷത്തെ ഭരണത്തിനെതിരായി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചവരാണ്. നമ്മുടെ കൊച്ചു കേരളത്തെ 10 വർഷം കൊണ്ട് ഭരിച്ച് മുടിച്ച് നാമാവശേഷമാക്കിയ ഒരു ഗവൺമെന്റിനെ ഈ സംസ്ഥാനത്ത് നിന്ന് തൂത്തെറിയുവാനുള്ള ഭഗീരഥമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ അടുത്ത മാസം 9-ാം തീയതി കേരളത്തില് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഞാൻ ഇവിടെ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി നിയോജക മണ്ഡലത്തിനെ പ്രദാനം ചെയ്യുന്നത് സംസ്ഥാനത്തെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ്. നമുക്ക് ഈ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം നമുക്ക് UDF-ന് വിജയിക്കുവാൻ കഴിഞ്ഞത് ബഹുമാന്യനായ ആദരണീയനായ അന്തരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ 5 വർഷം ഈ നിയോജക മണ്ഡലത്തിനെ പ്രതിദാനം ചെയ്തതാണ്. ബാക്കി കാലങ്ങളിലെല്ലാം 1950 കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ബാക്കി കാലങ്ങളിലെല്ലാം തന്നെ ചില സമയങ്ങളിലൊക്കെ CPI നിന്ന് നമ്മുടെ മുന്നണിയിൽ ചേർന്നുണ്ടാവും. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് എന്തെല്ലാം ചെയ്യുവാൻ ഒരു വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ ഭരിച്ച 5 വർഷം നമുക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കടക്കല് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൊണ്ടുവന്ന ഒരു കാര്യം. അഭ്യസ്തവിദ്യരായ യുവാക്കൾ SSLC പാസ്സായിട്ട് പേര് രജിസ്റ്റർ ചെയ്യുവാൻ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പൊക്കേണ്ടിരുന്നതിന്റെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ കോൺഗ്രസ് UDF പ്രവർത്തകരുടെ ആ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം സ്ഥാപനമാണ് കടക്കലത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പഞ്ചായത്ത് ഓഫീസിന്റെ മുകളിലത്തെ നില. 5 വർഷം ഭരിച്ച സിദ്ധുറാണിക്ക് ഒരു ഗവൺമെന്റ് സ്ഥാപനം ഈ നാട്ടിലുള്ളത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? സിദ്ധുറാണിക്ക് മുമ്പ് ഭരിച്ച ഒരു തവണ മന്ത്രിയായും 2 തവണയും എന്റെ MLA ആവുകയും ചെയ്ത മുല്ലക്കര ഈ നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാപനം കൊണ്ടുവന്നെന്ന് പറയാൻ കഴിയുമോ? പ്രയാറിന്റെ ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. പ്രയാറിന്റെ 2ാമത്തെ വികസന നേതൃത്വത്തിൽ നമ്മൾ കാണുന്നതാണ് ഈ തിരുവനന്തപുരത്തുള്ള കടക്കൽ ഫയർ സ്റ്റേഷൻ. അന്ന് പ്രയാർ ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇവിടെ LDF-കാർ പറഞ്ഞാൽ മണിയടിച്ച് പോകുന്ന ഒരു വാഹനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യഭാഗമായി മാറുന്നു. പ്രകൃതിയുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, കാട്ടുമൃഗങ്ങളുടെ ശല്യം, ദാരിദ്ര്യത്തിന്റെ ഒരു വീട്ടിൽ കഞ്ഞി വയ്ക്കുവാൻ നിവർത്തിയില്ലാതെ മക്കളെയും ഭാര്യയും കിണറ്റിലെടുത്തിട്ട് സാധാരണ കർഷകർ മരിക്കുന്ന കാലഘട്ടത്തിലേക്ക് 10 വർഷം ഭരിച്ച പിണറായി വിജയന്റെ കാലഘട്ടം കടന്നു പോകുമ്പോൾ
പോകുമ്പോൾ ഒരാളാണ് അവസരത്തിൽ കിണറ്റിൽ വീഴുന്നു, ഒരു മരം മറിഞ്ഞ് വീട്ടിൽ മണ്ടൽ വീഴുന്നു, ഒരു മരം മറിഞ്ഞ് റോഡ് ബ്ലോക്കാവുന്നു. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഈ അന്ന് കളിയാക്കി മണിയടിച്ചു പോകുന്ന വണ്ടി ഇന്ന് ഈ നിയോജക മണ്ഡലത്തിലുള്ള രണ്ടാമത്തെ സ്ഥാനം. ഇവിടെ 15 വർഷം ഭരിച്ചാൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം LDFന്റെ കാലഘട്ടത്തിൽ ഭരിച്ച പ്രമുഖന്മാർ ആരൊക്കെയാണ്? ചന്ദ്രശേഖരൻ നായർ കൊണ്ട് സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യം രാജേന്ദ്രൻ വന്നു, അത് കഴിഞ്ഞ് മുല്ലക്കര രത്നാവെന്നും അതിനു മുമ്പേ വെളിയ പാർക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഗത്ഭ ഉയർന്ന ഗോവിന്ദൻ നായർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രമുഖന്മാർ എത്ര പേരാണ് ഉണ്ടായിരുന്നു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എടുത്തു പറയാവുന്ന സ്ഥാപനം നിലമ്പയിൽ കേന്ദ്രീകരിച്ച സ്ഥാപനമാണ് ലേബർ ഓഫീസ്. ആരുടെ കാലത്ത് കൊണ്ടുവന്നു? പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് ലേബർ ഓഫീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന തൊഴിൽ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുവാനുള്ള സ്ഥാപനം. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭാവനയിൽ ലഭിച്ച ജഡായു ടൂറിസം പദ്ധതി നമ്മുടെ നാട്ടില് തുടങ്ങി. കഴിഞ്ഞ 10 വർഷം ഭരിച്ചവർ അതെന്ന് പറയുന്നത് ചെഞ്ചൂരാണിയും അതുപോലെ തന്നെ മുല്ലക്കര രത്നാവെന്നും അടങ്ങുന്നവർ അതിന്റെ വികസന പ്രവർത്തനത്തിന് എന്ത് കാര്യങ്ങൾ ചെയ്തു എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഇവിടെ, പ്രകടനം. കടയ്ക്കകത്ത വ്യാപാരി വ്യവസായ സമിതി പ്രവർത്തകർ, പിന്നെ പ്രമുഖന്മാർ, നാട്ടിലെ എല്ലാ ആൾക്കാർ, ടാക്സി ആട്ടോ ഡ്രൈവർമാർ, ഈ നാട്ടിലെ വിവിധ മേഖലയിലുള്ള ആൾക്കാർ കടയ്ക്കൽ ചടയമംഗലം നിയോജക മണ്ഡലം ബൈക്ക് ചെയ്ത് ഒരു താലൂക്ക് രൂപീകരിക്കണമെന്നുള്ള നിർബന്ധവുമായി വന്നു. പ്രചണ്ഡമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതൊരു ഉത്സവമായി കണ്ടു. ഒരു ഉത്സവമായി കണ്ടു. ഞാനത് നിങ്ങളോട് ചോദിക്കുന്നു, 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഈ നിയോജക മണ്ഡലം ബേസിൽ താലൂക്ക് ഉണ്ടാക്കുവാൻ, ഒരു ചെറു വിലയിറക്കുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തണം. മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഒരു നാട്ടിൽ ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് ചിന്തിറാണിയുടെ പുറമെ റോഡൊന്നും ഉണ്ടാക്കുന്നതിന് ഒരു MLA മന്ത്രിയൊന്നും വേണമെന്നില്ല. അതൊക്കെ ഈ നമ്മൾ കരം കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഉണ്ടാവുന്ന വികസന പ്രക്രിയയുടെ ഭാഗമാണ് റോഡെന്നൊക്കെ പറയുന്നത്. ഏത് 10 പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കുവാൻ ഒരു സ്ഥാപനം തുടങ്ങുവാൻ കഴിയാത്ത ഒരു ഭരണകൂടം, ഒരു ജനപ്രതിനിധികൾ ഈ നിയോജക മണ്ഡലത്തില് എല്ലാ വികസനങ്ങളുടെയും പേര് പറഞ്ഞിട്ടാണ് ഇന്ന് വോട്ടഭ്യർത്ഥിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത്. ഈ കൺവെൻഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. നാളെയും മറ്റന്നാളുമായി നമ്മുടെ നിയോജകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ മണ്ഡലം UDF കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കും. പിറ്റന്ന് മുതൽ കോടി വർക്കാണ്. ഈ നാട്ടിലെ ജനങ്ങളോട് നമ്മൾ സംവാദിക്കുകയാണ്. ഈ ഇരിക്കുന്നവരെല്ലാം നേതാക്കന്മാരാണ്. ഇതിൽ അണികളില്ല. ഓരോ പ്രവർത്തകരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക. എന്നിൽ അർപ്പണമായിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മളൊരു ജനാധിപത്യ പാർട്ടിയുടെ ഭാഗമാണ്. ആ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും. പൊതുശത്രുവിനെ നേരിടുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം. പൊതുശത്രുവിനെ നേരിടുവാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യമായ ആവശ്യമാണ്. 10 വർഷത്തെ ഭരണം ഒരു തവണ കൂടി വന്നാൽ ഈ നാട്ടിലെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾക്ക് പല വിദ്യാഭ്യാസങ്ങളില്ല. നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ എഴുതി സർക്കാരിന് ജോലി ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമായ കേരളം കഴിഞ്ഞ 13 മാസമായി ഇന്ത്യയിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഞാനത് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. തെരഞ്ഞെടുപ്പിൽ ഒരു ജനദ്രോഹ ഗവൺമെന്റിന് നമ്മൾ ഏറെ എന്തിന് പറയുന്നു, നമ്മുടെ ഭഗവാന്റെ സ്വർണം അടിക്കൊണ്ടുപോയോ ശബരിമല ശ്രീധർമ്മ സംസ്ഥാനത്തിന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ട LDF
കഫിന്റെ നേതാക്കന്മാർ അവരെല്ലാം ജാമ്യത്തിൽ കിട്ടി വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. LDF അല്ലാതെ ആര് എന്നാണ് മുദ്രാവാക്യം. ഇനി പറഞ്ഞിരിക്കുന്നതാണ് LDF അല്ലാതെ ആര് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വാങ്ങിയിരിക്കുന്ന സ്വർണ്ണം കൂടെ എടുക്കുവാൻ കൊണ്ടുപോകുവാൻ LDF അല്ലാതെ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരു തവണ കൂടി വന്നാൽ ആ അയ്യപ്പന്റെ വിഗ്രഹം കൂടെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് യാതൊരുവിധമായ പ്രാധാന്യമില്ല. അവരെ പിടിച്ച കൊടിയെ പിടിച്ച് പറഞ്ഞു, ഈ കൊടിയാണ് ഞങ്ങളുടെ ജീവൻ എന്ന് പറയുന്നു. ഇന്ന് അതിന്റെ മുദ്രാവാക്യം മാറ്റി കൊടിയല്ല കോടികളാണ് അവർക്കുള്ള ആഗ്രഹം. കൊടിയല്ലേ കളഞ്ഞു, ഇന്ന് കോടികൾ എങ്ങനെ ഉണ്ടാവും എന്നാണ് ചിന്തിക്കുന്നത്. ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും ഒരു 10 വർഷം ഭരണകാലം കൊണ്ടുണ്ടാക്കിയ കോടികളുടെ സമ്പാദ്യത്തെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തണം. ഈ നാട്ടിൽ സമാധാനവും സ്വത്വമായി നമുക്ക് ജീവിക്കണം. നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായ വിദ്യാഭ്യാസം ചെയ്യണം. അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. ഈ നാട്ടിലെ വിലക്കയറ്റം തയ്ക്കണം. ഈ നാടിന്റെ സർവോത്മകമായ പുരോഗതിക്ക് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളണം. 1.5 ലക്ഷം കോടി രൂപയുടെ കടം മാത്രമുണ്ടായിരുന്ന സംസ്ഥാനത്ത് 10 വർഷക്കാലത്തെ LDF ഭരണത്തിന്റെ ഫലമായ 6 ലക്ഷം കോടി കടമായി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് ഒരു കുഞ്ഞ് പിറന്നു വീണാൽ ആ കുഞ്ഞ് 1 ലക്ഷം രൂപയുടെ കടക്കാരനായിട്ടാണ് കേരളത്തിലേക്ക് പിറന്നു വീഴുന്നത് എന്നുള്ള യോഗത്തിൽ നമ്മൾ മനസ്സിലാക്കി. ദൂർത്തടിച്ച് ഈ രാജ്യത്തെ ഖജനാവുകൾ ഇല്ലാതാക്കി ഈ രാജ്യത്ത് ഓരോ പേരുകൾ കൊടുത്ത് പത്രങ്ങളിലും ട്രാൻസ്പോർട്ട് ബസ്സുകളിലും കൊടുത്തുകൊണ്ട് ഈ നാടിനെ ഏറ്റവും കഷ്ടത്തിലേക്ക് മാറ്റിയ ഈ ഭരണത്തിന് അണിനിരത്തുവാൻ പ്രിയപ്പെട്ട UDF സ്ഥാനാർത്ഥി, ഞാൻ UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ എനിക്ക് സുപരിചിതനായ വ്യക്തിത്വത്തിനുടമയാണ്. ഞാൻ കോളേജിലെ സീനിയർ വർഷം മുതൽ തുടങ്ങിയപ്പോൾ മുതൽ KICയുടെ പ്രവർത്തനായി തുടങ്ങിയ ശ്രീ വിവിധ കാലഘട്ടങ്ങളിലായി പ്രവർത്തിച്ച് ആ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്, KIC ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ സംസ്ഥാന കോൺഗ്രസ് തുടങ്ങി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ നാട്ടിലെ ചില എല്ലാ പ്രശ്നങ്ങളിലും നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സുഹൃത്ത്, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണം. അദ്ദേഹത്തെ ഞാൻ കൂടുതൽ പറയുമ്പോഴത്തേക്ക് അത് അധികമായി പോകും എന്നുള്ളത് കൊണ്ട് നാളുകളിൽ നമ്മുടെ നാടിനെ നമ്മുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരും. UDFിന്റെ UDF 100 സീറ്റിൽ കൂടുതൽ താങ്ങി അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ മുഴുവൻ സർവേകളും പറയുന്നു. ആ 100 സീറ്റിൽ കൂടുതൽ വാങ്ങി കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് കേരള അസംബ്ലിയിൽ ഈ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള ബാധ്യത പ്രിയപ്പെട്ട നസീറിനെ ഏൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ UDF പ്രവർത്തകരുടെയും കാര്യങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം. ആ കൈകൾ കൊണ്ട് നാളെ മുതൽ നമ്മൾ വീട്ടിലുണ്ട്. നിങ്ങളെല്ലാം ഓരോ നസീറാകണം. ഞാൻ അടക്കമുള്ളവർ നസീറാകണം. ആ നസീറായിക്കൊണ്ട് ഓരോ വോട്ടുകളും വീടാന്തരം അഭ്യർത്ഥിച്ച് പ്രിയപ്പെട്ട സ്ഥാനത്തെ വിജയിപ്പിക്കുവാനുള്ള ഭഗീരഥ പരിശ്രമത്തിൽ പങ്കാളികളാകുവാൻ പ്രിയപ്പെട്ട UDFിന്റെ സഹപ്രവർത്തകരോടുള്ള അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ഈ സമ്മേളനത്തെ തുടർന്ന് സംസാരിക്കുവാൻ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ 50 വർഷക്കാലത്തോളം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഞങ്ങളുടെ എല്ലാം സഹോദരതുല്യനായ ശ്രീ മുസ്തഫ ആ പാർട്ടിയിൽ നിന്ന് പറ്റാൻ കഴിയാത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇങ്ങനെ കൊടിക്ക് പ്രാധാന്യം കൊടുക്കാതെ കോടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആ വ്യവസ്ഥതയ്ക്കെതിരായി ആ കമ്മ്യൂണിസ്റ്റ് CPIക്കുള്ള ബന്ധം വീഴ്ചയ്ക്കുകയും ഇന്ത്യൻ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ശ്രീ മുസ്തഫ സഖാവ് ഈ സമ്മേളനത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി പ്രിയപ്പെട്ട ശ്രീ മുസ്തഫ സഖാവിനെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുക.
നമ്മുടെ സമൂഹമാണ്. അഭിവാദ്യം ചെയ്യാൻ നിരവധിയായ മാന്യ വ്യക്തികൾ ഇവിടെ നമ്മുടെ പകുതി പോലും മര്യാദയുടെ പേരിൽ ഓരോരുത്തരുടെയും വാക്കുകൾ ബന്ധപ്പെടുത്താൻ വേണ്ടിയുള്ള അംഗീകാരങ്ങളുണ്ട്, കടമകളുണ്ട്. അത് അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്നുണ്ടൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. സ്നേഹിതരെ, എന്റെ പ്രിയ സഹോദരൻ, ഞാൻ അഞ്ചൽക്കാരുടെ മരുമകനും കൂടിയാണ്. ഇവിടെ ഇന്ന് ഈ കേരളത്തിൽ നടന്ന, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് സുദീർഘമായി പ്രതിപാദിക്കുകയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 4 ഘടകകക്ഷികളുടെ 4 സീറ്റുകളാണ് പല കാരണങ്ങൾ പറഞ്ഞ് സ്വതന്ത്രന്മാരെ കൊണ്ടുവന്ന് 86 സീറ്റുകളിൽ മത്സരിച്ചിരുന്ന CPI-ന് ഫലത്തിൽ 90 സീറ്റുകളായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിസന്ധി പാർലമെന്ററി രംഗത്ത് മാത്രമല്ല, പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികൾ ഭാവിയിൽ നേരിടാൻ പോകുന്ന, സംഘടനാ രംഗത്ത് നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ അതിനേക്കാൾ രൂക്ഷമായിരിക്കും. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്ന് അദ്ദേഹം ഒരു പത്രം എഴുതുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകൾ സൗജന്യമായി
യാത്ര ചെയ്യുവാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്ന് സൂചിപ്പിക്കും. 2 ഗവൺമെന്റ് കോളേജുകളിലും 7 കോളേജുകളിലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപയുടെ ധനസഹായം നൽകും. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഒരു അഭൂതപൂർവമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടും അവരെ പരിപൂർണമായി പരിഗണിച്ചുകൊണ്ടും കേരളത്തിൽ ഈ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പാക്കും എന്ന് പറഞ്ഞൊരു പദ്ധതിയെ സംബന്ധിച്ചാണ് ഞാൻ ഈ ചോദിക്കുന്നത്. സാമൂഹ്യ ഇപ്പൊ 2 മാസത്തെ അഡ്വാൻസ് പറഞ്ഞു അല്ലേ? സാഹചര്യങ്ങൾ നോക്കി എങ്ങനെയും ആക്റ്റീവാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പറഞ്ഞു, ആ മുന്നണി കേരള അധികാരം വന്നാൽ ഇന്നത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുടെ സ്ഥാനത്ത് അത് 3000 രൂപയായി കൊടുക്കാൻ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ സംഗതി, കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് സന്നദ്ധമാകും എന്നും പ്രഖ്യാപിച്ചു. നാലാമതായി പറഞ്ഞു, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രാലയം തന്നെ. അറിയാമല്ലോ, പ്രായച്ചെന്നാലും മമ്മിയും സംരക്ഷിക്കേണ്ട സാഹചര്യങ്ങളെന്ന് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ഗവൺമെന്റ് വന്നുകൊണ്ട് എങ്ങനെയാണ് അവരെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് മുന്നോട്ട് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നേരത്തെ ആ യോഗത്തെ സൂചിപ്പിക്കുന്ന അങ്ങനെ തുടങ്ങിയുള്ള വളരെ ബൃഹത്തായ ഇത്തരം പദവികൾ ഏറ്റെടുക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ആ പരിപാടിയുടെ സമാപനം ഉത്തരകണ്ഠ മൈതാനിയിൽ. അവരുടെ സുഹൃത്തുക്കളെ, സ്ത്രീകളെ, സഖാക്കളെ, സഹോദരന്മാരെ ഞാൻ നിൽക്കുന്നില്ല. ഈ 14 ദിവസം കൊണ്ട് നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ജനാധിപത്യ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, 1987 ചന്ദ്രമോഹനാണ് തോന്നുന്ന മനുഷ്യൻ അല്ലേ? ആ 80 മുതലുള്ള കാലഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പ്രവർത്തിക്കുകയാണ്. 2006 മുതൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായി വർക്ക് ചെയ്തിട്ടുള്ളയാളാണ്. പ്രദേശങ്ങളെ എനിക്കറിയാം. പ്രവർത്തനം പക്ഷേ രണ്ടും നമുക്ക് വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പറയപ്പെടുന്ന സിസ്റ്റമാറ്റിക്കായി ഒരു സംവിധാനം ഉള്ളതിനെ ആ രീതിയിൽ എല്ലാ കുരുക്കും മാറ്റിയെടുത്ത് അത് വളരെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനുള്ള സിസ്റ്റവും രീതിയിൽ അപ്പുറത്ത് സ്വീകരിക്കുമ്പോൾ നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം കുറച്ചുകൂടി ഓരോന്നും ഞാൻ പറയുകയാണ്. സമയം വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും വളരെ അടുത്തും ചിട്ടയോടും കൂടി UDF നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. നിങ്ങൾ ആയിരിക്കും ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള ആവേശത്തോടെ, ആഗ്രഹത്തോടെ, അതിലേറെ അഭിമാനത്തോടു കൂടി ഈ മണ്ഡലത്തിലെ വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ വളരെ ഉശിരോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. നമ്മുടെ ആട്ടുപണ ഒരു 15 മിനിറ്റ് കൂടെ എടുക്കുന്നു. അപ്പുറത്തേക്ക് കൂടെ എത്തിച്ചേരും. നമ്മുടെ നാട്ടിൽ അല്പതയും അവരുടെ സൗകര്യം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സഹോദരന്മാരെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം അറിയാവുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം മഹത്തായ ഒരു സംസ്ഥാനമായിരുന്ന കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള വിമോചനത്തിന് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വരാൻ പോകുന്ന 14 ദിവസം പ്രവർത്തിച്ചില്ലെങ്കിൽ, പ്രവർത്തിക്കുകയും നമ്മുടെ വോട്ടുകൾ ചെയ്യിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ വരാൻ പോകുന്ന സമൂഹത്തോട്, വരാൻ പോകുന്ന നമ്മുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായി കണക്കാക്കപ്പെടേണ്ടി വരും. കാരണം കേരളം അത്രയധികം പ്രതിസന്ധി നേരിടുകയാണ്. സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, അക്രമ രാഷ്ട്രീയത്തിൽ, വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ, മദ്യത്തിന്റെ മാത്രമല്ല മയക്കുമരുന്നുകളുടെ അപ്പായി കേരളം മാറിയിരിക്കുന്നു. കേരളം ഇതെല്ലാ നിലയിലും മാറുകയും സോഷ്യൽ വെൽഫെയർ നടത്തുന്ന 2000-3000 രൂപയുടെ കാര്യങ്ങൾ മാത്രം വെച്ച് പരസ്യം ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ഗവൺമെന്റ്. 100 കോടി രൂപയുടെ പരസ്യമാണ് ഈ 2 മാസത്തിനിടയിൽ കേരളത്തിൽ നടന്നത്. നടന്നു പോകുന്ന ബസ്സുകളിലെല്ലാം 3500 ബസ്സുകളിലാണ് അവർ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് കേരളത്തെ ഇതുവരെ ചെയ്യാവുന്ന എല്ലാ കെടുതികളെയും പരസ്യം ഉപയോഗിച്ച് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതിനാലാണ് നാം ജാഗ്രത പുലർത്തേണ്ടുന്നത്. UDF-കാരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. അതിന് നമ്മൾ ഇതിനെ ലാഘവത്തോടെ കണ്ടിട്ട് കാര്യമില്ല. ജനങ്ങൾ, കേരളത്തിലെ CPM-ന്റെ കേഡറുകൾ, ഈ CPI-യുടെ പാർട്ടി പ്രവർത്തകർ UDF വോട്ട് ചെയ്യാൻ തന്നെതിരായി നിൽക്കുകയാണ്. ആ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും MLA-മാരും MP-മാരും ഈ സുധാകരനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ്, ഭുവനേന്ദ്രനെ പോലെയുള്ള സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ പോലും കമ്മ്യൂണിസ്റ്റുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. പാലായിൽ, തലശ്ശേരി എക്കാലവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടകോട്ടം എന്നറിയപ്പെടുന്ന തലശ്ശേരിയിൽ പാലായി പോലെയുള്ള കൊലപാതകയെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ മാറ്റി നിർത്തിയത് തംസീറിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള പാർലമെന്റേറിയനും കേരളത്തിലെ സ്പീക്കറുമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപജയമാണ്. എണ്ണി പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ ഹൈദരാബാദി CPI-യും ആ മാറ്റം വരുന്നു. CPI-യുടെ ചരിത്രത്തിൽ, അതിന്റെ രാഷ്ട്രീയ കേരള ചരിത്രത്തിൽ ഒരു MLA BJP-യിലേക്ക് പോയിരിക്കുകയാണ്. CPM-ഉം CPI-യും നേരിടുന്ന എല്ലാ അതിന്റെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അമ്പലത്തിലെ കൊള്ളയടിച്ചവൻ ആ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജി ചോദിച്ച ചോദ്യമാണ് എനിക്ക് LDF-നോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ അമ്പലത്തിനെ ആരാധിക്കുന്ന മൂർത്തിയുടെ അമ്പലത്തിനെ കൊള്ളയടിച്ചവരുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ചോദിച്ച ചോദ്യമാണത്. ഹൈക്കോടതി വന്നു. നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അവിടെ നടത്തിയിട്ടുള്ള സംഗമത്തിന്റെ ചെലവ് 5 കോടി രൂപ, 4 കോടി 80 ലക്ഷം രൂപ അതെങ്ങനെ വന്നു എന്ന് കേരളത്തിൽ ഹൈക്കോടതിയാണ് ചോദിക്കുന്നത്. UDF തന്നെ ചോദിക്കുന്ന ചോദ്യം. കേരളത്തിന്റെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠങ്ങൾ ഈ ഇടതുപക്ഷം നടത്തിയ അഴിമതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ലാഘവത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം ഈ ഒരു തിരിച്ചറിവില്ല. ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി എന്നാണ് പറയുന്നത്. എന്തുമാത്രം താല്പര്യത്തോടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഉപയോഗിക്കുന്ന ഭാഷകൾ, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതികൾ നമുക്കറിയാം. എങ്ങനെയെങ്കിലും മരുമകൻ റിയാസിന് അധികാരത്തിൽ കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരെ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ട ബാധ്യതയുടെ പ്രവർത്തനമുണ്ട്. നമ്മൾ വോട്ടുകളെ മാറ്റുക എന്നുള്ളതാണ്. MLA സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല ഓരോ പ്രവർത്തകരിലും അതിനുള്ള കർത്തവ്യം. വെറും 14 ദിവസം നമ്മളത് വർക്ക് ചെയ്താൽ ചടങ്ങുകൾ ഈസിയായിട്ട് നമ്മുടെ കയ്യിൽ വരും. കേരളം UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഉന്നയിച്ച മുദ്രാവാക്യം പുതിയ യാത്രയിൽ പറഞ്ഞത് ഒരു പുതിയ യുഗത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 29-ാം തെരഞ്ഞെടുപ്പ് അത്രയധികം പ്രാധാന്യം വഹിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന് അതിന്റെ ഗൗരവത്തോടെ ഓരോ UDF പ്രവർത്തകൻ കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അക്ഷീണം പരിശ്രമിക്കുവാൻ നമ്മുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത്, ജില്ലയുടെ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായി നിലകൊണ്ടിട്ടുള്ള ശ്രീ M.M. നസീറിനെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ ഓരോരുത്തരും കർമ്മനിരതരായി ഊർജ്ജസ്വലരായി രംഗത്തുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംഘടന മേഖലയിലെ ഒട്ടനവധി പേരും നമ്മുടെ ഈ ഉദ്ഘാടന
15 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥിയെ ഞാൻ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് യോഗം കഴിഞ്ഞ് മാത്രമേ എല്ലാവരും യോഗ നമ്മൾ അഭ്യർത്ഥനയോടുകൂടി ഈ സമ്മേളനത്തെ അഭിപ്രായം ചെയ്ത് നിങ്ങളോട് സംസാരിക്കുവാൻ യുഡിഎഫിന്റെ ഏറ്റവും പ്രിയങ്കരമായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീ എം.എം. നസറുദ്ദീൻ ആദ്യമായി ഏറെ പ്രിയങ്കരമായ യുഡിഎഫിന്റെ ചടയമംഗൽ നിയോജക മണ്ഡലം ചെയർമാൻ, ഈ കൺവെൻഷൻ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ ചിത്ര മുരളി, യുഡിഎഫിന്റെ ജനറൽ കൺവീനർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗിലെ നേതാവ് ശ്രീ മുഹമ്മദ് ബഷീർ, വേദിയിലെ നേതാക്കന്മാർ, എല്ലാവരെയും പല പ്രാവശ്യം നേതാക്കൾ പറഞ്ഞു, സ്വാഗത പ്രവർത്തനങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഏകദേശം 5 വഴികൾ വന്ന പ്രവർത്തകരാണ് ഈ സമ്മേളനം സമ്മേളനത്തിൽ വന്നതിൽ പദവിയിലേറെ പേര് കൂടി പദവിയോളം ആളുകൾ ഈ കൺവെൻഷൻ ഹാളിന് പുറത്തുനിൽപ്പോൾ ഉദ്ഘാടകൻ 2 പാർലമെന്റ് കൺവെൻഷൻ, 2 അസംബ്ലി കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം അദ്ദേഹവും ആദ്യം പാർലമെന്റിൽ എത്തിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക അല്പം വന്നു. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നമുക്ക് മതിയായ സമയം ഉണ്ടായെങ്കിൽ നമുക്ക് ഇപ്പോൾ സമയം ഒട്ടും തന്നെ. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിലുള്ള എല്ലാവരെയും ഒന്ന് വോട്ട് ചെയ്യാൻ പറ്റും, എല്ലാ കവലയിലും പോകാൻ പറ്റും. പ്രധാനപ്പെട്ട ആളുകളെ, നിങ്ങൾ പറഞ്ഞ ആളുകളെ പോകുന്ന പോക്കിലൊക്കെ കാണാൻ പറ്റും. ഇപ്രാവശ്യം വിളിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം രാവിലെ ഉറങ്ങി കഴിഞ്ഞാൽ വരുന്ന കോളുകളും പിന്നെ അത്യാവശ്യ കോളുകളും തെരഞ്ഞെടുപ്പിന്റെ കോൺസെൻട്രേഷനും ഒക്കെ ആയിട്ട് സമയം പോകും. പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ കോൾ വിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളുടെ 2-3 ദിവസത്തെ കഴിയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ 2 ആഴ്ചയ്ക്ക് മുമ്പ് രാജി ചെയ്ത ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കാളും ബഹുദൂരം മുന്നിൽ പോകാൻ കടയമംഗലത്തെ യുഡിഎഫിന്റെ ടീം പ്രവർത്തകർക്ക് സാധിക്കുമെന്നുള്ള സംശയം. ഈ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ പൂർണ്ണമായി ഒറ്റ ടീമായി നിർത്തുന്നതിനുള്ള ഒരു തരം അഭിപ്രായ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹങ്ങളും അതിന്റെ യോഗ്യതയും ഉള്ള ധാരാളം നേതാക്കന്മാരാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊറ്റ ടീമാണ്. നമ്മളൊറ്റ ടീമായാൽ സംഭവിക്കും, നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 15,000-ൽ പല വോട്ടുകൾ നമ്മൾ ലീഡ് ചെയ്തു. എന്തുകൊണ്ടാ? നമ്മളൊരു ടീമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്ത് നമ്മൾ നേടി. ചെറിയ കാര്യമല്ല. കാരണം ചടയമംഗലം കേരളത്തിലെ യുഡിഎഫ് കേരളവും പൊതുസമൂഹവും എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഇടതുപക്ഷ മണ്ഡലമാണെന്നാണ്. ആ ഇടതുപക്ഷ മണ്ഡലത്തിന്റെ കോട്ട ഒരു പ്രാവശ്യം തകർത്തത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന മിതവാദിയായ അന്ന് നമ്മളെല്ലാവരും വലിയ ആവേശത്തോടെ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അദ്ദേഹം ആദ്യം വന്നപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2ാമത് അദ്ദേഹം മത്സരിച്ചപ്പോൾ ഒരു മനത്തോടുകൂടി ഒരിക്കലെങ്കിലും ചടയമംഗലത്തിന്റെ മണ്ണിൽ യുഡിഎഫ്
എഫിന്റെ വിജയക്കൊടി പാടണം എന്ന് നമ്മൾ ഇതിനെ പ്രവർത്തിക്കുന്നു. അത് 2001 2026 നിങ്ങളുടെ പ്രതിനിധിയായി നിങ്ങളിൽ ഒരാളായി ഈ പതാക പേരാൻ എനിക്ക് അവസരം തരുമ്പോൾ 1/4 നൂറ്റാണ്ടായി. ഇന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ 9 പഞ്ചായത്തുകളിലാണ് 6 പഞ്ചായത്ത് വന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 2-ൽ നിന്ന് 8-ലേക്ക് നമ്മൾ പോയി. നമ്മുടെ ആസൂത്രണം അല്പം കൂടി മികമായിരുന്നെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കയ്യിൽ, അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കയ്യിലിരിക്കും. ഒരു തർക്കവും വേണ്ട. ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ ശക്തമായ പോരാട്ടം നടത്തി. ആ പോരാട്ടം ജയിക്കാൻ പറ്റുള്ളൂ. ജില്ലാ പഞ്ചായത്തിലെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് തുച്ഛമായ 14 ദിവസമേ കിട്ടിയോട് പോരാട്ടമായിരുന്നു. ഇടതുപക്ഷ മേഖല മാത്രമുള്ള ജില്ലാ പഞ്ചായത്ത്. പഞ്ചായത്തിൽ 4 വാർഡുകളിലായി മലപ്പേരും മണ്ഡലം പ്രസിഡന്റ് വിരോധി മത്സരിച്ച സ്ഥലമടക്കമുള്ള 4 വാർഡുകളിൽ തുച്ഛമായ വോട്ടുകൾ, മൊത്തമെടുക്കാൻ ആത്മവോട്ടുകൾ. ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് പോയി 44 വോട്ടുകൾ. 44 മൊത്തം 4 വാർഡുകളിലായി 44 വോട്ട് കൂടി നമുക്ക് കിട്ടിയിരുന്നത്. വിരോധി ജയിച്ചില്ല, മലപ്പേരും ജയിച്ചില്ല, മറ്റു 2 വാർഡുകൾ കൂടി ജയിച്ചില്ല. അങ്ങനെയെങ്കിൽ ആ പഞ്ചായത്ത് കിട്ടുന്ന പഞ്ചായത്താണ്. കുമ്പിൾ പഞ്ചായത്ത് നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസുകാരെ ഓടിച്ചിട്ട് തല്ലുന്ന, പ്രവർത്തിക്കാൻ കഴിയാത്ത, ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു പഞ്ചായത്ത്. അവിടെ ഒരു അശ്വതി ഉത്തമൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് കുട്ടി, ആ കുട്ടി നമ്മളെ ഒരു വാർഡിലേക്ക് നമ്മൾ എടുത്ത് എറിഞ്ഞ ഒരു കുട്ടിയാണ്. അവിടെ ജയിക്കണം ഏറ്റെടുത്തു. ആ കുട്ടിയുടെ പിതാവ് പേരിക്കൊണ്ട് അദ്ദേഹം ഒട്ടേറെ പാർട്ടിയുടെ തീട്ടൂരങ്ങൾ കുടുംബങ്ങളെ ഊരുവിലക്കി. ആ കുടുംബത്തിനകത്ത് പുറത്ത് അദ്ദേഹത്തിന്റെ പിറ്റത്തോട്ട് ഇറങ്ങിയാൽ പോലും നാട്ടുകയും തുപ്പുകയും ചെയ്ത് പാർട്ടി ഗ്രാമത്തിനകത്ത് ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകള് ദേശക്കാരി, 7 പാർട്ടി പ്രവർത്തനത്തിൽ നടന്നൊരു കൊച്ചുകുട്ടി ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ പ്രസിഡന്റാണ്. വിമാനത്തോടെ പറയുന്നു. അതുപോലെ ഇടപാടിലും ശ്രീ വാണിയോട് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി UDF സംവിധാനമായിരുന്നാലും നിലവിലായിരുന്നാലും ചില കൊലരി അടക്കമുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്തായിരുന്നാലും നമ്മളത് ടീം UDF എന്ന നിലയിൽ നമ്മൾ മത്സരിക്കുകയും വെളിനല്ലൂരിൽ ചെറിയ രീതി, ചെറിയ മാനേജ്മെന്റിലെ പടലപ്പടക്കങ്ങളാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റിലെ വീഴ്ചകളാണ് വെളിനല്ലൂരിന്റെ ഒരു ഭാഗം. അതുപോലെ ഇവിടെ റോഡുകളിൽ ഉള്ള ശ്രീ വട്ടപ്പാറ വിസ്താര മത്സരിച്ച ഭാഗം നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് പഞ്ചായത്തുണ്ട്. അപ്പൊ നമുക്ക് ഞാനിത് പറഞ്ഞത്, ഈ ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത് ചടയമംഗലം നിയോജക മണ്ഡലം ഇടതുപക്ഷ കോട്ടയേ അല്ല, UDFന്റെ കോട്ടയാണ്. UDFന്റെ കോട്ടയായ നല്ല കരുത്തുള്ള, നല്ല സംഘടനാ മികവുള്ള, നല്ല ബോധ്യമുള്ള സംഘടനാ പ്രവർത്തകരുള്ളത് UDFനാണ്. അവർക്ക് കള്ളമില്ല, കാപട്യമില്ല, കൃത്രിമത്വമില്ല, നുണകൾ പ്രചരിപ്പിക്കാൻ അറിയുന്നവരെ അങ്ങനെയുള്ള പ്രവർത്തകർ എങ്ങനെ പറയാം? അങ്ങനെയുള്ള പ്രവർത്തകർ ഒന്നിച്ചു നിന്നാൽ ഉറപ്പായിട്ടും ചടയമംഗലം നിയോജക മണ്ഡലം UDFന്റെ കയ്യിൽ. MM നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. അതിന് ഞാനൊരു നിമിത്തമായത് മാത്രമാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് എവിടെന്തോ വന്ന ഒരു വ്യക്തി MLA ആണ്. ഞാൻ ആ ഈ മീറ്റിംഗിൽ പറയുന്നത് ഒരു MLA ആണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മന്ത്രിയാണ്. ബംഗ്ലാവ് കിട്ടി 32ഓളം ഔദ്യോഗിക സ്റ്റാഫുകളും അല്ലാത്ത 50ഓളം സ്റ്റാഫുകളും അല്ലാത്ത 100 കണക്കിന് നിയമനങ്ങളും അതിനാൽ ധാരാളം പണം. ആ പണം ഇങ്ങോട്ട് പോയി കഴിയും. ഒരു മന്ത്രിക്ക് 5
നടത്തുന്നു. വീണ്ടും വരുന്നു. ചുവരായ ചുവരുകളെ മുഴുവൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചുവരെഴുതി, ഞങ്ങളുടെ ബോർഡുകളൊന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ പോസ്റ്ററുകൾ അവരുടെയായിട്ട് വന്നു. ഞങ്ങളെല്ലാ പോസ്റ്ററും എല്ലാ ബോർഡുകളും വരും. എല്ലാ പ്രചരണങ്ങളിലും നമ്മൾ മുന്നോട്ട് വരും. നമ്മുടെ പ്രവർത്തകർ തന്നെ ചെയ്യും. നമ്മുടെ കയ്യിൽ സാമ്പത്തികം വളരെ കുറവാണ്. കേരളത്തിലും നമ്മൾ ഭരണത്തിലില്ലാത്തപ്പോൾ വലിയ മുതലാളിമാരൊക്കെ നമ്മളെ സഹായിക്കാൻ വൈമനത്തിലുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഇവിടുത്തെ പൊതുബല സമൂഹത്തിന് മുന്നിൽ പറയാൻ ആഗ്രഹിക്കും. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഈ MC റോഡിലൂടെ യാത്ര പോവുകയും പോകുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. പറയുമ്പോൾ രൂപകൂപങ്ങൾ ഉയർന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി നിങ്ങൾ കല്ലെറിഞ്ഞ് നെഞ്ചിലൂടെ രക്തം തുള്ളികൾ പായിപ്പിച്ച, നെറ്റിയിലൂടെ രക്തങ്ങൾ പായിപ്പിച്ച ക്രിമിനലുകൾ കല്ലെറിഞ്ഞിട്ടും ഇളകി പറഞ്ഞ കോൺഗ്രസിന്റെ UDF പ്രവർത്തകരുടെയും മുന്നിൽ അല്ലേ ഈ നാട്ടിൽ എന്നെ ചൊല്ലി ഒരു കലാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഒരു മുഖ്യമന്ത്രി ഈ നിലവേലിന്റെ മുന്നിൽ കൂടി വാഴോട് തൊട്ട് ആയൂർ പാലം വരെ നടക്കുന്ന നമ്മുടെ ഈ മണ്ണിലൂടെ പോയിട്ടുണ്ട്. വർഷങ്ങളല്ല, അരനൂറ്റാണ്ടിലേക്കാൾ പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രയെപ്പോഴും നമ്മൾ ഈ നിലവേലെടുത്ത ജനങ്ങളും കടയമംഗലത്തെ ജനങ്ങളും തമ്പടിച്ചു വന്നത് നിലവേലും കടയമംഗലത്തും ആയിരിക്കുമായിരുന്നു. ഇരുട്ടിൽ പോലും മരമണിക്കൂർ പോലും നീങ്ങാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രാ വഴി നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ ഭരണം പാവപ്പെട്ടവരെ കരുതിക്കൊണ്ട് നിരാലംബരായ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ കടക്കെടിയിലാക്കാൻ മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ മെട്രോളജി, സ്മാർട്ട് സിറ്റി, മെഡിക്കൽ കോളേജ്, വിമാനത്താവളങ്ങൾ, വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ, മനുഷ്യരെ കാണാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഉത്കടമായ യാത്രകൾ, 14 ജില്ലകളിലെ അദ്ദേഹത്തിന്റെ 24 മണിക്കൂറും നിന്ന് ഒരു മനുഷ്യനെയും കാണാതെ വിടാത്ത കണ്ടു തന്നെ ജനസമ്പർക്ക യാത്രകൾ അദ്ദേഹത്തിന്റെ യാത്രകളിൽ നിന്ന് അറിയാം. നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് പോലും ഐക്യരാഷ്ട്രസഭ പോലും അവാർഡ് നൽകിയ അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനം വലിയ തീക്കോളങ്ങൾ സൃഷ്ടിച്ച സമരങ്ങളായിരുന്നു കേരളത്തിലുള്ള പക്ഷം. സെക്രട്ടേറിയറ്റ് വളർന്നതായിരുന്നു സമരം. അദ്ദേഹത്തിന്റെ യാത്രകൾ മുഴുവൻ ഉപരോധങ്ങളായിരുന്നു. ആ ഉപരോധങ്ങൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും യാത്ര ചെയ്ത മുഖ്യമന്ത്രി ആരുടെ അദ്ദേഹത്തിന് മണ്ടി കയറ്റാതെ, ആരെയും മണ്ടിയിൽ കൊണ്ടു നടന്ന് ഇരുമ്പു തട്ടുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കാതെ ആ മുഖ്യമന്ത്രിയുടെ ഭരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ പറയുന്നു, ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ടീം UDF ഒന്നിച്ചെതിരെയാണ്. കാൽനൂറ്റാണ്ടിന് മുമ്പ് കൈവിട്ടുപോയ ചടയമംഗലം മണ്ഡലത്തെ കൈപ്പിടിയിലൊതുക്കാൻ ഉറപ്പായിട്ടും നമുക്കുണ്ടാകും. കാരണം ഇവിടെ ജനങ്ങൾക്ക് UDF ഭരണം എന്ന് ആഗ്രഹിക്കുന്നു. വിലക്കയറ്റങ്ങളുടെ പൊതുമുട്ടിയ ജനങ്ങൾ, തൊഴിലില്ലായ്മ കൊണ്ട് പൊതുമുട്ടിയ ജനങ്ങൾ, നിങ്ങൾക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ പലരും നല്ല വേഷവിധാനങ്ങൾ, അവരുടെ നല്ല സമയത്തെടുത്ത നല്ല വസ്ത്രങ്ങൾ തേച്ച്, അതിന് കറണ്ടിൽ അല്ലാത്ത ചിരട്ടയിൽ ഇത്തിരിപ്പെട്ടിട്ട് തേച്ച് അവർ നടക്കുന്നു. ശമ്പളയിൽ 10 രൂപ കാണില്ല. ദാരിദ്ര്യമുണ്ട്. മണിമാളികകളിൽ താമസിക്കുന്നവർക്ക് ദാരിദ്ര്യം കേരളത്തിലുണ്ട്. നമ്മൾ അഭിമാനികളാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ പണം കൊണ്ടുപോകുന്നത് ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു മുടിച്ച നമ്മുടെ അന്യ സംസ്ഥാനത്തെ ബംഗ്ലാദേശ്
ബംഗാൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരുപറ്റ തൊഴിലാളികളാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച് ഇവിടെ ജോലിയില്ല, വികസനമില്ല. പിണറായിയും കൂട്ടരും ഈ രാജ്യത്തിന് കുറച്ച് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഈ മന്ത്രി സീഡ് ഫാമിൽ എത്ര ആളുകളെ കയറ്റിയിരിക്കുന്നതേമോ, ഈ കടക്കൽ ആശുപത്രി എത്ര ആളുകളെ കയറ്റിയിരിക്കുന്നതേമോ, ഈ ജനവേദന ആശുപത്രിയിൽ പല ആശുപത്രികളിലും പല സ്ഥാപനങ്ങളിലും മുഴുവൻ നിയമനങ്ങളാണ്. പാർട്ടിക്ക് പ്രയോഗിക്കുന്നവർക്ക് ആളൊക്കെയുള്ള കാര്യം, പാർട്ടികളൊന്നും ജോലിയില്ല. ഇവിടെ താലൂക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു എത്ര കാലമായി നിങ്ങൾ പറ്റിക്കുന്നു. പണത്തറയിൽ നിന്ന് ചിതറ പഞ്ചായത്തിൽ നിന്ന് കൊട്ടാരക്കര പോകാൻ 54 കിലോമീറ്റർ യാത്ര ചെയ്യണം. കേരളത്തിൽ എവിടെയെങ്കിലുണ്ടോ? പുനലൂരില്, പത്തനാപുരത്ത്, വർക്കല, ആറ്റിങ്ങൽ എല്ലാ താലൂക്ക് വന്നു. കാട്ടാക്കട എല്ലാം താലൂക്കുകൾ വേറെ വന്നു. പല താലൂക്കുകളും പോയിട്ട് വന്നു. കാലാകാലങ്ങളായി മന്ത്രിയായിരിക്കുന്ന ഈ CPI കുറച്ച് കുടുംബത്തിലെ ആളുകൾക്ക് ജോലി വേണ്ടി തൊഴിലേറ്റാതെ എന്ത് ചെയ്യും? താലൂക്ക് ആശുപത്രി പോകുന്ന ആരെങ്കിലും അവിടുത്തെ ചികിത്സ കിട്ടാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം. 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉണ്ട്, 72 പഞ്ചായത്ത് അംഗങ്ങളുടെ ഉണ്ട്, 8 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ഞാൻ പറയുന്നു, കേരളത്തിൽ ചടയമംഗലം നിയമസഭാ മണ്ഡലമില്ലെങ്കിലും നിങ്ങൾ സംശയിക്കുന്ന UDF അധികാരത്തിൽ ചടയമംഗലം നിയമസഭാ മണ്ഡലം LDF പിടിച്ചാൽ 100 സീറ്റ് നേടി കേരളത്തിൽ UDF അധികാരത്തിൽ വരും. കൊട്ടാരക്കരയിൽ ജയിക്കും, പത്തനാപുരത്ത് ജയിക്കും, കുന്നത്തൂര് ജയിക്കും, ചവറയിൽ ജയിക്കും, കൊല്ലത്ത് ജയിക്കും. യാതൊരു സംശയം വേണ്ട. കേരളത്തിലെ നമ്മുടെ സമീപത്തുള്ള മിക്ക മണ്ഡലങ്ങളുടെയും പട്ടികയെടുത്ത് പരിശോധിച്ച് നമ്മൾ ജയിക്കും. നമ്മൾ ചടയമംഗലം ജയിക്കണം. തൂക്കണമെന്ന് പറയുന്നത് തൂക്കണം. തൂക്കിയാൽ ഈ പഞ്ചായത്ത് മെമ്പർമാർക്ക്, ഈ പഞ്ചായത്തുകൾക്ക്, ഈ CPM-ന് നമ്മൾ പാഠം പഠിക്കും. അവർക്ക് കാണിച്ചു എന്താണ് കാര്യം. ഇവിടെ നമ്മൾ നടത്താനുള്ളതല്ല. നിങ്ങൾ അവർക്ക് 6 ലക്ഷം കോടി രൂപയുടെ കടമാണ്. ഇവിടെ ചെറുപ്പം വേണ്ടി പറഞ്ഞു, എനിക്ക് വീട്ടിൽ ഓരോ കുട്ടിയും കണക്കിലാണ് കറക്റ്റാണ്. 6 ലക്ഷം കോടിയുടെ കടം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് തരുന്നു? അല്ല, ഒരിക്കലും ഈ നാട് നന്നാകാത്ത നിലയിലെ ആക്കിയിരിക്കുകയാണ്. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തും നന്നാകണമെങ്കിൽ, നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഓരോ ആളും രക്ഷപ്പെടണമെങ്കിൽ, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണമെങ്കിൽ, വ്യവസായങ്ങൾ വരണമെങ്കിൽ, സർവീസ് സ്റ്റേഷനുകൾ വരണമെങ്കിൽ, ആശുപത്രിയുടെ വികസനം, ആശുപത്രിയുടെ കാര്യം നിങ്ങൾക്കറിയാതെ ഈ മന്ത്രി CPM-ന്റെ നേതാവ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ അപ്പോഴേ 1-2 ചരിത്ര മന്ത്രിയാണ്. കണക്കിന് റവന്യൂ വകുപ്പും വിട്ടുകൊടുത്തിട്ട് ഒരു ആശുപത്രി ഡെവലപ്മെന്റ് പോലും ചെയ്തിട്ടുള്ള കാര്യമില്ല. നേതാവിന് ഇഷ്ടപ്പെടില്ല. കാരണം നേതാവ് അപ്പുറത്തെ ആശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. നേതാവ് അപ്പുറത്തൊരു ആശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആശുപത്രി നന്നാക്കുമോ? ഇപ്പോഴത്തെ സർക്കാരിന്റെ ആശുപത്രി നന്നാക്കുമോ? സർക്കാരിന്റെ ആശുപത്രി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും പോവും. അവിടെ കൂടുതൽ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ പാവപ്പെട്ടവരാ. അവരെ നമ്മൾ കുറ്റം പറയണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയും. നമുക്ക് തെരഞ്ഞെടുപ്പിന് കുറച്ച് സമയമുണ്ട്. ഇവിടെ അധ്യക്ഷ നമുക്ക് കുറച്ച് സമയം. നമ്മൾ പെരുന്നാളിന്റെ അന്ന് തലേദിവസ രാത്രി, പെരുന്നാളിന്റെ പിറവി കണ്ട അന്ന് രാത്രി 10:30 നമ്മൾ പാറാട്ടത്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ പല കാര്യങ്ങളും ചെയ്തു. അടുത്ത ദിവസം നമ്മൾ 220 കിലോമീറ്ററിൽ വലിയ ശക്തമായൊരു റോഡ് ഷോ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ UDF-ന്റെ മികച്ച ഭരണം സ്ഥാനാർത്ഥി പ്രേമേന്ദ്രൻ അടക്കം പങ്കെടുത്തുകൊണ്ട് നടന്നു. ഈ വരുന്ന നമ്മുടെ കൺവെൻഷൻ നടന്നു, നമ്മുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ നടന്നു. ഇനി 2 ദിവസത്തിൽ
ദിവസങ്ങളിൽ നമുക്കുണ്ട്. 25-ാം തീയതി നമ്മുടെ സ്വീകരണമാണ്, തുടക്കമാണ്. 26-ാം തീയതി 26-ാം തീയതിയിലൂടെ നമ്മുടെ സ്വീകരണം തുടങ്ങുന്നത്. നമ്മളെല്ലാ പഞ്ചായത്തിലൂടെയും സ്വീകരണം ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്രയാണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ കഴിയില്ല, ഭീകരമായിട്ട് പോകാം. എല്ലാ കവലകളിൽ സാധാരണ രീതിയിൽ എല്ലാ കവലകളിൽ നമ്മൾ മുൻകൂട്ടി ഇറങ്ങും സമയമില്ല. നമുക്ക് ഇന്ന് 23-ാം തീയതി കഴിഞ്ഞാൽ 24, 25 കഴിഞ്ഞാൽ 26 സ്വീകരണത്തിലേക്ക് പോയാൽ പിന്നെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നത് ആ പോയിന്റിൽ മാത്രമാണ്. 10 മണിക്ക് മുമ്പ് ഇറങ്ങാൻ കഴിയുന്നത് ഏത് പോയിന്റിൽ സ്വീകരണമുണ്ടോ അവിടെ മാത്രമാണ്. ഒന്ന് വിളിക്കാൻ പോലും പലരെയും കഴിയുന്നില്ല. ഞാൻ ദയവ് ചെയ്ത് നിങ്ങളോട് പറയുന്നു, നമ്മൾക്ക് എപ്പോഴും ഞാൻ ഈ മണ്ണിൽ ജനിച്ചു വളർന്നതാണ്. KSU കാലഘട്ടം മുതൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ക്ലാസ് ലീഡറായി, സ്കൂൾ ലീഡറായി നെൽമേ കോളേജിൽ വന്നപ്പോൾ അന്ന് നെൽമേ കോളേജിലെ KSUവിന്റെ നേതാവ് എന്റെ സീനിയറായ പുള്ളിക്കറിയാം. ഞാൻ വന്ന് അവരോടാണ് കൊണ്ടുചെന്ന് KSU-ആയിട്ട് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവരോടൊപ്പം നേരെ വീട്ടിൽ പോകാതെ ഊണിലും ഉറക്കത്തിലും പോകാതെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. മുഴുവൻ സമയ പ്രവർത്തക എല്ലാവരെയും ഈ UDF എന്ന നിലയിൽ നമ്മൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, CP നമ്മുടെ മുസ്ലിം ലീഗിന്റെ സഹോദരന്മാരായിരുന്നാലും RSPയുടെ സഹോദരന്മാരായിരുന്നാലും മറ്റ് CMPD അടക്കമുള്ള കേരള കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നാലും JSUവിന്റെ പ്രതിനിധികളായ നമ്മളൊരു ടീം തന്നെയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ പല ആഗ്രഹങ്ങളുള്ള കോൺഗ്രസിന്റെ നേതാക്കളും ഘടക നേതാക്കളും ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അവസരം എനിക്ക് വന്നു, സീറ്റ് വന്നു. അതൊരു നിമിത്തമാണ്. അതുകൊണ്ട് ആരും മാറിയിട്ടില്ല. നമ്മളൊരു ടീമാണ്. ആ ടീമിനെ ഒന്നിപ്പിച്ച് നിർത്തി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ, ഒന്ന് സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാകും. പങ്കാളിത്തം പ്രധാനമാണ്. നമ്മുടെ കോഡ് പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങുക. അത് നിശ്ചിത സമയം നമുക്ക് കഴിയുന്ന 3 സ്കോഡുകളെ നമുക്ക് നടത്താൻ കഴിയും. സമയം അത്രേ ഉള്ളൂ. ആ സ്കോഡുകൾ പിന്നെ സ്ലിപ്പും അവസാനമാണെങ്കിൽ ഇപ്രാവശ്യം നമുക്കറിയാം SIR ശേഷമുള്ള വോട്ടർ പട്ടികയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ വോട്ടർ പട്ടികയിൽ 99% വോട്ടർമാർ ഉള്ളതാണ്. അവർ മരിച്ചുപോയവർ 1% മാത്രമേ കാണൂ. അവർ വന്നതിന് ശേഷം മരിച്ചിട്ടുള്ളവർ സ്ഥലത്തില്ലാത്തവർ എവിടെയെങ്കിലും 2 വോട്ടുള്ളവർ കുറവാണ്, 1 വോട്ടുള്ളവരെ കാണും. അപ്പൊ 100,000 വോട്ട് ഒരു ബൂത്തിലുണ്ടെങ്കിൽ 1000 വോട്ടും സജീവമായ വോട്ടുകളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 32% വോട്ടുകളാണ് ചെയ്യാതെ പോയത്. 28% 71% പോളിംഗ് നടന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10-12% വോട്ടുകൾ ചെയ്യാനുണ്ട്. ചെയ്യാനുള്ള വോട്ടുകൾ UDF-ന്റെയാണ്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കേരള വോട്ടല്ല, ഒരു മന്ദഗതി വോട്ടാണ്. വോട്ട് ചെയ്താൽ ചെയ്യും, ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, ഞാൻ ചെയ്തില്ലെങ്കിൽ ജയിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ എന്ന് കരുതുന്ന മനോഭാവമുള്ള UDF വോട്ടർമാരുണ്ട്. അവരെ തെരഞ്ഞെടുക്കണം, വോട്ടർമാരെ കൊണ്ടുവരണം. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. നമ്മൾ കിടന്നു പരിശ്രമിച്ചാൽ, നമ്മൾ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയാൽ, നമ്മൾ ഓരോ ബൂത്തിൽ നമുക്ക് ഇന്ന് ഇടതുപക്ഷത്തിനെതിരായി കാത്തിരിക്കുക. 33 വർഷക്കാലം ബംഗാളിലുണ്ടായ CPM-ന്റെ ഭരണത്തെ തുടർന്നുണ്ടായ ഭരണവിരുദ്ധ വികാരം 10 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലുണ്ടായി. 10 CPM അനുഭാവികളായിട്ടുള്ള സാധാരണ ആളുകളെ വിളിച്ച് ചോദിച്ചാൽ അതിൽ 5 പേര് പറയും ഇപ്രാവശ്യം വേണമെന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇവിടെ സർവേ നടത്തണം. MLA-യുടെ വാർഡിനെ കുറിച്ച് ജനങ്ങളോട് ചോദിച്ചപ്പോൾ MLA-ക്ക് 140 MLA-മാര് ഉള്ളതിൽ 136 കഴിഞ്ഞിട്ടാണുള്ള സ്ഥാനം. 38 മുകളിൽ
അതായത് തോറ്റത് മാത്രമല്ല 0 പോലും കിട്ടിയില്ല. നമുക്കറിയാം A+, B+, B ഇങ്ങനെ ഗ്രേഡുണ്ട്. പൂർണ്ണമായും വട്ടപ്പൂജ്യം. ചോദ്യക്കടലാസ് തിരിച്ചു വെച്ച് എഴുതിയാലും ഉത്തരം നോക്കുന്ന അധ്യാപകർ പാവങ്ങൾ എന്തെങ്കിലും കൊടുത്തു കളയാം. ഇത്രയും കടലാസ് വാങ്ങി എഴുതിയില്ലേ എന്ന് പറഞ്ഞ് മാർക്ക് കൊടുക്കും. ഒന്നും പിന്നെ അവർക്ക് അടുത്ത 5 വർഷവും കൂടെ മന്ത്രിയായിട്ട് ചമയാനോ MLA ആയിട്ട് ചമയാനോ ഒരു ജയിലിൽ പോകാനോ ഇവർക്ക് ഒരു സൗകര്യം നമ്മളായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങൾ CPI MLA പാവപ്പെട്ട CPI കാരോട് ചോദിക്കുന്നത് എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത ഒത്തിരി ചിന്താഗതികളുള്ളതാണ് എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ആർജവം നിങ്ങൾ വീടുകളിൽ കാണിക്കണം. അങ്ങനെയായാൽ ചടയമംഗലത്തിന് മാറ്റമുണ്ടാകും. ചടയമംഗലത്തിന് ഈ നാട്ടിലൊരു മാറ്റമുണ്ടാകും. ഈ നാട്ടിലെ ഓരോ പ്രദേശത്തും അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകും. യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി നിങ്ങളുടെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മള് അവരെ പറയാം. ഞാൻ സംസാരിച്ച എല്ലാ ആൾക്കാരും ഒറ്റ ടീമായി പോകുന്ന രീതിയാണ്. ചെറിയ ചെറിയ മടക്കങ്ങളും പരിഭവങ്ങളും പല കാര്യം മനുഷ്യരാണ്. നമ്മൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് അതിന്റെ നേതൃത്വത്തിലേക്ക് കൂടിയാൽ മാറും. അതെല്ലാം നമ്മൾ ഓരോന്നായി സംസാരിക്കുന്നത് ഒറ്റ ടീമായിട്ട് പോകുന്ന ആവശ്യമാണ്. ഒരു ടീമായി തന്നെ ഓരോ അത് ദൈവികമായ നിമിത്തമാണ്. കാരണം നമുക്ക് ഇവിടെ എന്തോ ഒരു മാറ്റത്തിലുള്ള സൂചനയാണ്. ആ സൂചന നമ്മൾ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കൺവെൻഷൻ വലിയൊരു വിജയമായിരുന്നു. കാരണം നമുക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാർ യൂണിയൻ കൺവീനർ വിളിച്ച് ആരെയും തന്നെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് കൺവെൻഷനാണ്. അതിനുള്ള സമയമുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾ മനസ്സിലാക്കണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതല്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-യുമായിട്ടുള്ള BJP-യും CPM-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ഒരു അന്തർധാര ഉണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നാളെ മുതൽ നോമിനേഷനാണ്. കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് ഇന്ന് 23-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 24-ാം തീയതി നോമിനേഷനാണ്. ഒരിക്കലും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പായിരിക്കും പ്രഖ്യാപനം വരുന്നത്. 2 ആഴ്ച കഴിഞ്ഞായിരിക്കും സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നത്, പിൻവലിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. ഇത് നമ്മുടെ പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ പ്രശ്നങ്ങളിലേക്കാക്കാൻ കുറച്ച് മാധ്യമങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നേതൃത്വമായി പറയണ്ട കുറച്ച് സുധാകരനായിട്ട് പൊട്ടിക്കും. പാവപ്പെട്ട റൂമിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ പാർട്ടിയിലേക്ക് അപ്പം വലുത് പാർട്ടി വിജയകാലം ഏറ്റവും വലുത് പാർട്ടി തന്നെ. പാവപ്പെട്ട പറഞ്ഞ് കേട്ടിട്ട് പോകുമ്പോൾ തന്നെ അറിയാം 2 ദിവസമായിട്ട് ഈ സുധാകരൻ എന്ന് പറയുന്ന നമ്മുടെ നേതാവിനെ എന്തെല്ലാം പറഞ്ഞത് ഇപ്പൊ പൊട്ടിക്കും, ഇപ്പൊ വളർത്തും, ഇപ്പൊ സ്ഥാനാർത്ഥികൾ 14 ഇതൊക്കെ ഓരോരുത്തരും വെളിയിൽ ഇങ്ങനെ പറയരുത്. ആദ്യം പറഞ്ഞതോടുകൂടി സ്ഥാനാർത്ഥി പ്രചാരണത്തോടുകൂടി ഏതാണ്ട് വൈദ്യുതി എടുക്കേണ്ട, അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയേണ്ട, അതോടെ തീർന്നു വീണ്ടും പോയി. കാരണം ചാനലുകൾ എടുക്കുമ്പോൾ വന്നിട്ടുണ്ട്. ചാനലുകൾ നമ്മള് അത് ആ ചാനലുകള് സ്പോൺസർ ചെയ്യുന്നത് CPM-ആണ്. കാരണം അവർക്ക് കോടിക്കണക്കിന് വരും. നിങ്ങൾക്കല്ലേ ഓരോ നേതാക്കളോ പ്രസ്ഥാനം ഇറക്കുമ്പോഴോ പ്രവർത്തനങ്ങളോ നടത്തുമ്പോഴോ അതിന്റെ അടിയിലോട്ട് വരുമ്പോൾ വരുന്ന കുറച്ച് കമ്പനികളുണ്ട്. അത് സൈബർ ഗുണ്ടകളാണ്. അവർക്ക് 14 ജില്ലയിൽ ഇതുപോലെയുള്ള വലിയ ഹാളുണ്ടാക്കി അവിടെ എല്ലാം ഈ സൈബർ ഗുണ്ടകൾ പേയ്മെന്റ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു തരത്തിലും അങ്ങനെയില്ല. നിങ്ങൾ നിസ്സാരമായി ഞാൻ സത്യസന്ധമായി പറയും, കേരളത്തിലെ 14 ജില്ലകളിൽ വലിയ കോൺഫറൻസ് പോലെ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് നമ്മൾ പത്രസമ്മേളന നേതാക്കൾ നടത്തുമ്പോൾ ആ പത്രസമ്മേളന അടിയോട്ട് വരെ വന്നത് അറ്റാക്ക് ചെയ്യും. ഇപ്പൊ വീണാലോകത്തിന്റെ കരുത്ത് കേസുകാർ പിടിച്ചു, വളച്ചു, ഉരുട്ടി
കൊലപാതകവും നടത്തി കൊല്ലുന്നത് പോലെ കൊട്ടേഷനുകളാണ് ഇപ്പൊ ആളുകളെ കൊല്ലപ്പെടുമാണ്. ഇതുപോലത്തെ കൊട്ടേഷൻ ആ കൊട്ടേഷനുകൾ നിങ്ങൾ കണ്ട് യാതൊരു തരത്തിലും മനസ്സ് വിടയേണ്ട കാര്യമില്ല. ഓരോ ആളുകളെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു വാനും കേൾക്കാത്ത ചില ഫേക്ക് ഐഡിയകൾ ഇത് എവിടെ പണിയാണ്? നമ്മുടെ വ്യക്തിപരമായ കാരണം വേറെ പഠനത്തിലൊന്നും അതുകൊണ്ട് നമ്മൾ ആ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആവശ്യം പറയും. ഇത് ഇവരുടെ പരിപാടികൾ. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ മനസ്സ് വയ്ക്കാതെ നമുക്ക് ഒരു ടീമായിട്ട് പോകണം. നമ്മുടെ പരിപാടികൾ വിജയിക്കണം. ഇനി മണ്ഡല കൺവെൻഷനുകളാണ്. ആ മണ്ഡല കൺവെൻഷൻ നാളെ മുതൽ തുടങ്ങും. മണ്ഡല കൺവെൻഷനുകൾ പൂർണ്ണമായ പങ്കാളിത്തമുണ്ടായി ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് ജയിക്കാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ എത്തിച്ചേരുവാൻ തൊട്ടടുത്ത് എത്തിയെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ആരും തിരിഞ്ഞു പോകരുത്. ഒരു ഉദ്ഘാടക നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ കൺവെൻഷനിൽ പോകാമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ വിനയാനത്തിനായി അഭ്യർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതുപോലെ വോട്ട് ചോദിച്ച് വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും ഈ കൂട്ടാനും വിജയിപ്പിക്കുവാനും നിങ്ങൾ കൈ അടയാളം വോട്ട് രേഖപ്പെടുത്താനും പരിശ്രമിക്കണം, പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരും പൊക്കളല്ലേ പെട്ടെന്ന് 10 മിനിറ്റ് അപ്പൊ നമുക്ക് 10 മിനിറ്റുള്ള ഒരു വലിയ കാണണം. ഇനി നമ്മുടെ കടകട്ടിലെ രണ്ട് നേതാക്കളുണ്ട്. JSന്റെ നേതാവ് ഉണ്ട്, പിന്നെ CMPയുടെ നേതാവ്. അവർ രണ്ടുപേരും MP വന്നതിന് ശേഷം നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാകും. അപ്പോൾ നമുക്ക് 9-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് UDFന്റെ എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ നിങ്ങളുടെ അംഗീകാരത്തോടെ ഇതിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ കമ്മിറ്റി അവതരിപ്പിക്കുന്നതിന് വേണ്ടി അതിനകത്ത് എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അവരതിനകത്ത് ഉൾക്കൊള്ളിക്കാം. അത് അറിയിച്ചുകൊണ്ട് കമ്മിറ്റി നിങ്ങളുടെ അവതരിപ്പിക്കുവാൻ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയായ പ്രിയപ്പെട്ട ശ്രീ ചന്ദ്രബോസിനെ UDF അധികാരത്തിൽ വരേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ നേതാക്കന്മാരെല്ലാം സംസാരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഞാനൊരു പ്രസംഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളേറെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ MP ശ്രീ അടൂർ പ്രകാശ് ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. ഇവിടെ എല്ലാവരുമായി കൂടിയാലോചന നടത്തിയ ഒരു കരുത നിർദ്ദേശമാണ് ഈ 9-ാം തീയതി വരെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒരു കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി നമ്മളുടെ ചർച്ച ചെയ്ത് ഒരു കരുത നിർദ്ദേശം മുന്നിൽ അവതരിപ്പിക്കാൻ. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ടത് ബൂത്തുകളിലാണ്. നമ്മുടെ ബൂത്തുകളിലാണ് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സ്കോഡ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. നമ്മൾ ഓരോ ബൂത്തുകളിലും ഏറ്റവും കുറഞ്ഞത് 5 പ്രവർത്തകരെ സ്കോഡിന് വേണ്ടി നടത്തുന്നതിനുള്ള സംവിധാനം എല്ലാ മണ്ഡലങ്ങളിലും നേരത്തെ തന്നെ നമ്മൾ കാര്യക്ഷമമായി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ശ്രീ M. നസീറിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഇന്ന് മുതൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കരുത നിർദ്ദേശം അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര ഘടകങ്ങളും UDF ഘടകങ്ങളും കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി രക്ഷാധികാരികൾ ശ്രീ M. വിദ്യാസാഗർ, സീതാറാം മുരളി, M. അഷ്താദി, മുസ്ലിം ലീഗിന്റെ നേതാവ്, RSPയുടെ നേതാവ് ശ്രീ A. മുസ്തഫ, നിലമേൽ മുഹമ്മദ് കുഞ്ഞി, വാളിയോട് ജേക്കബ്, DS ഷിജു, DGCP, മണിനാശൻ RSP, MI ഹാജി. ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി നിർദ്ദേശിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് A. ശ്രീകുമാർ, അതിന്റെ കൺവീനർ AM റാഫി, ചീഫ് ഇലക്ഷൻ ഏജന്റ് D. ചന്ദ്രബോസ്, ചീഫ് കോർഡിനേറ്റർ കൊല്ലായി സുരേഷ്, UDF ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി UDFന്റെ കൺവീനറായ മുഹമ്മദ് ബഷീർ, ഇതിന്റെ വൈസ് ചെയർമാൻമാർ അനിൽ മുദീൻ, MA പ്രസാദ്, ശ്രീ ബിനു രമേൻ, ഒരേട ബദുദി, അഡ്വക്കേറ്റ് DS പ്രദീപ്, അഡ്വക്കേറ്റ് G. മോഹനൻ, KG സാബു, SS ശരത്, PR സന്തോഷ്, DO സാജൻ, അഡ്വക്കേറ്റ്
ഐസക് മളത്തിൽ മോഹനപിള്ള, സൂര്യേന്ദ്രകുറുപ്പ്, വെങ്ങപ്പാറ സലീം, നാസ്കുമതി വട്ടപ്പാറ, സുരേഷ് സാദർ, റിയാസ് ചിതറ, ലിനിൽ തേങ്ങൂർ, ഉമ്മൽ സാലി, ദീന ഓമനദേവൻ, റഷീദ ദേവി, എസ് അശ്വതി, ദില്ലിക്കുട്ടി, അൻസാർ തലവരുണ്ട്. അഡ്വക്കേറ്റ് വയലാ ശശി, മാഹി, എ.ആർ. നിഷാദ്, ഗോപിക വാണികൃഷ്ണ, ആദർശ്, ഭാർഗവൻ, ഷെനി, ചിതറ, സുദീർഘ. അടുത്തത് ജോയിന്റ് കൺവീനർമാരാണ് കുറുമ്പള്ളൂർ നാസർ, റനീഷ് റഷീദ്, കുപ്പമൊഴി രാജൻ, ഇളവാട് ഗോപി, സി എൻ ഗംഗാധരൻ, ശ്രീധരൻ കടക്കൽ, അരുൺ ചിതറ, കുമാരൻ, മീന ലക്ഷ്മൺ, മനു കളത്തിൽ, രാധാകൃഷ്ണ കടകേരം, ഷെമീന പറമ്പിൽ, സുൽഭത്ത് ടീച്ചർ, രാധാമണി ലതാസുനിൽ, സുരു ഗിരീഷ്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് 2 കോർഡിനേറ്റേഴ്സ് എടുത്തിട്ടുണ്ടെന്ന് പ്രബല ചന്ദ്രൻ, നിസാം ചിതറ. ബാക്കി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും അതുപോലെ തന്നെ എല്ലാ പാർട്ടികളുടെയും മണ്ഡല പ്രസിഡന്റുമാർ, ഒരു പാർട്ടികളുടെ ഘടകകക്ഷി പാർട്ടികളുടെ RSPയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, CMPയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, മുസ്ലിം ലീഗിന്റെ മണ്ഡല പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായി വരുന്നതാണ്. ആരെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അംഗീകാരത്തിനായി ഈ കമ്മിറ്റിയുടെ അവതരിപ്പിക്കുന്നു. കമ്മിറ്റി അംഗീകരിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന പേരിട്ട് മാത്രമാണ് ഇതുവരെയുള്ള തീരുമാനങ്ങൾ. തുടർന്ന് ഈ സമ്മേളനത്തിൽ നമ്മൾ 2 കക്ഷിയിലെ ആരും പോലെ ഇവിടെ എത്തി 5 മിനിറ്റ് അവിടെ എത്തും. മണ്ഡലതല കൺവെൻഷനുകൾ 24-25 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡല കൺവെൻഷനുകളിലും നടത്താനുള്ള ഡേറ്റുകൾ അതാത് മണ്ഡല കമ്മിറ്റികൾ തീരുമാനമെടുത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതാത് തലത്തിലെ ഘടകകക്ഷികളെ കൂടി ബന്ധപ്പെടുത്തി ആ കമ്മിറ്റി വിളിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ജില്ലയുടെ ജില്ലാ ചുരുങ്ങിയ വാക്കുകളാണ് ഇവിടെ എത്തി. അപ്പോൾ ജില്ലാ സെക്രട്ടറി എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ അയ്യൂർ. ബഹുമാനപ്പെട്ടവരെ, ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രധാനമായും 2 അധികാര ശക്തികളോടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ, ജനാധിപത്യ വിശ്വാസികളുടെ, മതേതരവാദികളുടെ പോരാട്ടമാണ്. ഒരു അധികാര ശക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ 12 വർഷക്കാലമായി ഇന്ത്യ രാജ്യം കട്ടുപിടിച്ച് കള്ളക്കോട്ടിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടം. മറ്റൊന്ന്, കഴിഞ്ഞ 10 വർഷക്കാലമായി അഴിമതിയും ദുർഭരണവും കയ്യൂക്കും ഗൂഢായുസവും സ്വജന പക്ഷപാതവും കൈമുതലാക്കിയ പിണറായി സദനെതിരെയുള്ള പോരാട്ടമാണ്. ഇവരുടെ കയ്യിൽ കഴിഞ്ഞ കാലങ്ങളിൽ സമ്പാദിച്ച കോടാനുകോടി രൂപ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് NDA, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് വോട്ട് കച്ചവടം ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു. ഇന്നവർ ഓരോന്നിന് എത്ര രൂപയ്ക്കും വാങ്ങുന്ന രീതിയിലേക്ക് പർച്ചേസിംഗ് മാനേജരായി. ഇവരുടെ കൈകളിൽ ജനാധിപത്യ വിശ്വാസികൾ വീഴരുത്, മതേതരവാദികൾ വീഴരുത്, അവരുടെ പ്രലോഭനങ്ങളിൽ നാം വശംവദരാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 11 വർഷക്കാലമായി 10 വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്ന നവഫാസിസം പിണറായി സദനെതിരെയുള്ള വിധിയെഴുത്തിന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ സജ്ജരാക്കുവാൻ മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും കർമ്മരംഗത്ത് ഇറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് CMPയുടെ അഭിവാദ്യം.
നമ്മുടെ ഈ സമ്മേളനത്തിൽ നമ്മുടെ MP വരുന്നത് വരെ ഉള്ള സംഘമാണ് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് PS പ്രദീപിനെ ജില്ലാ ഇടതുപാർട്ടിയുടെ ജില്ലാ പ്രിയപ്പെട്ട പ്രിയമുള്ള അധ്യക്ഷൻ, പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ MM നസീർ അവർ ജില്ലയിലെ വ്യക്തിത്വങ്ങളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ UDF-നെ അപേക്ഷിച്ച് നിർണായകമായ ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ, നമ്മുടെ മനസ്സും നികൃതിയാൽ, നമ്മുടെ ചലനങ്ങൾ വ്യതിചലിച്ചു പോയാൽ നമ്മൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. നിർണായകമായ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ചിന്തയും മനസ്സും ബഹുമാനായ നമ്മുടെ ഉദ്ഘാടകൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പുറത്തു നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകർ മുഴുവൻ ഈ ഹാളിനുള്ളിലേക്ക് കടന്നു വരണമെന്ന് ദയവായി അറിയിക്കുകയാണ്. ബഹുമാനായ MP എത്തിച്ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 40 വർഷമായി ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ MM നസീറിന് കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട ബഹുമാനായ UDF-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സഹോദരൻ ശ്രീ അടൂർ പ്രകാശ് MP ചേർന്നിരിക്കുകയാണ്. ഈ കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടന യോഗം നിർവഹിക്കുന്നതിനാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ 3-4 കൺവെൻഷൻ കഴിഞ്ഞ വർഷമാണ് താമസം ഉണ്ടായത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗികമായിരുന്നു. പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായ ബഹുമാനായ UDF സംസ്ഥാന കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട MP, കോൺഗ്രസ് കുടുംബത്തിലെ മുതിർന്ന വ്യക്തിത്വം പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഹാൾ നിറഞ്ഞ കവിഞ്ഞ ആളിന്റെ പ്രശ്നമാണ് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയത്. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. 5-6 തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ആ താമസിച്ചായി നിങ്ങൾ ഓരോരുത്തരോടുള്ള ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ആരാധനായ സംസ്ഥാന UDF കൺവീനർ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ശ്രീ അടൂർ പ്രകാശിനെ സവിനയം ക്ഷണിക്കുകയാണ്.
ബഹുമാന്യായ യോഗത്തിന്റെ അധ്യക്ഷൻ, എന്റെ ബഹുമാന്യ സുഹൃത്ത് UDFിന്റെ നേതാവ് ശ്രീ ചിത്ര മുരളി, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ എം നസീർ, ഏറെ ബഹുമാന്യരായ വേദിയിലെ UDFിന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യായ ചെയർമാൻ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ അടുത്ത് നിന്ന് നസീറിനോട് പറഞ്ഞത് ഞാൻ തന്നെ ക്ഷമ ചോദിക്കുന്നതാണ് നല്ലത്. കാരണം മനഃപൂർവ്വമായി വൈകി വന്നത് ഞാൻ ഇപ്പോൾ കടന്നു വരുന്ന കാട്ടാക്കടയിലെ കൺവെൻഷൻ പങ്കെടുത്തിട്ടാണ്. രാവിലെ അടൂരിലെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. നിരവധി മേഖലകളിലുള്ള പരിപാടികൾ പങ്കെടുത്തതിന് ശേഷം മാത്രം അന്ന് ഇവിടെ വെച്ച് ഈ കൺവെൻഷൻ നടക്കുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്തായാലും സമയത്ത് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് പ്രിയപ്പെട്ട നസീറിനോട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ഞാൻ എന്തായാലും മടങ്ങി ഇവിടെ വരാമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് UDFിന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടിരിക്കണം. UDFിന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. UDF ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി 100-ൽ കുറയാനുള്ള സീറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവസരത്തിൽ അതോടൊപ്പം തന്നെ ചടയമംഗലം നിയോജക മണ്ഡലവും UDFിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കും എന്നെനിക്ക് നന്നായിട്ട്. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ പ്രാർത്ഥനകളുമായിരിക്കും നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കാനുള്ള അവസരം ഒരുക്കിയെടുക്കാറുണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ നസീറിനെ ഞാനിവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നസീർ എത്രയോ നാളുകൾ കൊണ്ട് കേരളം ഗ്യാസ് യൂണിയനിലൂടെ പ്രവർത്തിച്ച് വിവിധ ഘട്ടങ്ങളിലായി വിവിധ തലങ്ങളിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ നിലവേൽ കോളേജിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. ഞാനും ഈ നിലവേൽ കോളേജിൽ നിങ്ങൾ ആരും അറിയാതെ വന്ന് ഒറ്റ വെസ്റ്റേൺ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വേറെ ആരും അറിയാതെ ഇവിടെ അപ്പുറത്ത് ഒരു വീട്ടിൽ വന്ന് സത്യം പറയാൻ രാത്രി വൈകിട്ട് പലവും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ പോയി കിടക്കാൻ പോകുന്ന അവസരത്തിൽ വേറെ ആരുമില്ല, ചുറ്റുപാട് ആരുമില്ല. ഭയപ്പെട്ടാണെങ്കിലും അവിടെ പോയി കിടന്ന് പരീക്ഷ എഴുതിയത് ഈ നിലമേൽ NSS കോളേജ്. നിലമേൽ NSS കോളേജിൽ ഡിഗ്രിയുടെ പരീക്ഷ എഴുതി പാസ്സായി ഞാൻ ആ സർട്ടിഫിക്കറ്റുമായി LLB ചേരാൻ വേണ്ടി എന്റെ പഴയ പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ SN കോളേജിലാണെന്ന് ഞാൻ ശ്രീ ഒക്കെ ആ SN കോളേജിൽ ചെല്ലുന്ന അവസരത്തിൽ പ്രിൻസിപ്പൾ എന്നോട് ചോദിക്കുക, നീ ഇതെന്ത് ഒപ്പിച്ചോണ്ട് വന്നെന്ന് അയാളോട് ചോദിക്കുന്നത്. ഞാൻ അവിടെ പരീക്ഷ എഴുതിയില്ല. പരീക്ഷ എഴുതാൻ സർട്ടിഫിക്കറ്റുമായി എവിടൊന്നും ഒപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്നത് പോലെ ഉണ്ടാക്കിയതല്ല എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ എളുപ്പമാണല്ലോ. ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ M.Philന് പഠിക്കും, B.Com പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ M.Philന് പഠിക്കും, പഠിക്കുന്ന അതിനും പ്രത്യേക സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. അതൊക്കെ നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചിട്ടുള്ളതാണ്. ഈ കേരളത്തിൽ ഇതുപോലെയുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾ ഓരോന്നായി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നടക്കുകയാണ്. 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നു.
ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ കൂടിയാണ്. അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരുടെ മുമ്പിൽ അത് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ മേഖലകളും തകർന്ന് ഈ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ LDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ആ കേരളത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ, അനീതികൾ, അനാവശ്യങ്ങൾ, പുരോഗമന പ്രവർത്തനങ്ങൾ, ഇല്ലാതിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും ഇന്ന് തകർന്ന് തരിപ്പണമാക്കിയ വേഗ ഗവൺമെന്റ് ഏതെന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ. ആ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ ഏതാനും നാളുകൾക്കുള്ളിൽ കേരളത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞുവിടണ്ടേ? അത് നമ്മുടെ ആവശ്യമാണ്. കേരളത്തിൽ നിന്ന് പറഞ്ഞുവിടണമെന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊക്കെ കണ്ടു കാണും, ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഏക സംസ്ഥാനത്തോ ഈ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പരസ്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനം എവിടെയാണ്? കേരളം. ആ 1-ാം സ്ഥാനം കേരളം പിടിച്ചുപറ്റി എന്ന് പറയുമ്പോൾ കേരളം ഏത് തരത്തിലാണ് ആരോഗ്യ മേഖല 1-ാം സ്ഥാനത്തെത്തിയത്? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിനകത്ത് അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കത്രിയും മറ്റു കാര്യങ്ങളും വെച്ച് തുന്നി കെട്ടി വിടുന്ന ഒരു ആരോഗ്യ മേഖലയായി കേരളത്തെ തകർത്തിരിക്കുന്നു. എന്നാലും ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് എന്താ? ഈ കപ്പൽ ആടില്ല സാർ, ആടി ഉപയോഗിക്കില്ല. കപ്പിത്താനുണ്ട്, പക്ഷെ ഇപ്പൊ കപ്പിത്താൻ ആട്ടി ഉടലികൊണ്ട് തകർന്നുകൊണ്ട് തരിപ്പണമാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഈ മേഖലയിലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാകണം. ഞങ്ങളൊക്കെ ആരോഗ്യ വകുപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഞാൻ 2011 ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിച്ച ആളാണ്. ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ നിയമസഭ വിളിച്ചു നോക്കിയാണ്. ആ നിയമസഭ വിളിച്ചു നോക്കുമ്പോൾ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ബഹുമാനായ ശ്രീ മാണി സാറാണ് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി രാത്രിയിൽ, അദ്ദേഹത്തിന് രാത്രി എന്ന് പറയുന്നത് ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എന്നെ ബോർഡിൽ വിളിക്കുകയാണ്. എന്നെ വിളിച്ച് അദ്ദേഹം വിളിച്ച് ഞാൻ ഒടുങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തത്. അദ്ദേഹത്തിന്റെ വിളി വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തു. അപ്പോ 12 മണി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, വേഗം താൻ റെഡിയായി. ഞാൻ താമസിക്കുന്നു, ഞാൻ ക്ലിഫ് ഹൗസിൽ പങ്കെടുത്താൽ ഞാൻ താമസിച്ചു. അപ്പൊ ക്ലിഫ് ഹൗസിലേക്ക് വരാൻ പറ്റി. ഞാൻ വേഗം ഇറങ്ങി ക്ലിഫ് ഹൗസിൽ ചെല്ലുന്ന അവസരത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ വെറുതെ ഒന്നും തന്നെ വിളിച്ചത്, നമുക്ക് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ചില പ്രൊപ്പോസലുകൾ കൊടുക്കണം. ആരോഗ്യ മേഖലയിൽ നമുക്ക് ചില മെഡിക്കൽ കോളേജുകൾക്ക് നമുക്ക് പ്രൊപ്പോസൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വെച്ചാൽ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഏതൊക്കെ വേണം. അദ്ദേഹം പറഞ്ഞു ഇടുക്കിയാണ് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ എടുക്കണം എന്ന് പറഞ്ഞ് ഇടുക്കിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ മലപ്പുറം ജില്ലയാണ്, മൂന്നാമത് പറഞ്ഞ് കാസർഗോഡ് ജില്ലയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യം കാണിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനത് കാണിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശബരിമല കിടക്കുന്ന പത്തനംതിട്ട ജില്ല അത് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുകൂടി ഉൾപ്പെടുത്തിക്കോ. അങ്ങനെയാണ് 4 മെഡിക്കൽ കോളേജ് പുതിയതായി ബഡ്ജറ്റിൽ വകയിരുത്തി പ്രഖ്യാപനമുണ്ടായി. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഓരോ മേഖലകളിലും വളരെയധികം അവഗാഢതയോടുകൂടി ചിന്തിച്ചുകൊണ്ട് അത് നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് വന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഈ കേരളത്തിൽ നടന്നത്. ഇപ്പോ ഇത്തെ അവസ്ഥയെ കുറിച്ച്
ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെയുള്ള നേതാക്കന്മാർ പല ആളുകളും വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് കേരളത്തിന്റെ ഭരണം UDF ഭരണം ഏറ്റെടുക്കുവാനുള്ള അവസരം ഉണ്ടാകണം. ആ അവസരം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഒരു പ്രതിനിധി കൂടിയാകും. നിങ്ങളുടെ ജനപ്രതിനിധി അവിടെ നിയമസഭയിൽ ഉണ്ടാകുവാൻ വേണ്ട സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളാണ് ഏറ്റവും അർപ്പിച്ചത്. അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ഈ UDFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഉൾപ്പെടെയിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ച ഒരു യാത്രയുള്ളത് ഇവിടെ ഒന്നാണ്. ആ യാത്രയിൽ ഉടനീളം ഞങ്ങൾ ചില കാര്യങ്ങൾ തെളിച്ചു. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും ഓരോ രംഗത്തും ഒരു നൂതനമായ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പുതിയ പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഈ യാത്ര നിങ്ങൾ അവസാനിപ്പിക്കുന്നത്. യാത്ര അവസാനിപ്പിക്കുന്ന സമയത്ത് ബഹുമാന്യായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് അന്ന് ആ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം കേരളത്തിലെ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ നടപ്പാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. ആ പ്രഖ്യാപിച്ച് ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ട സഹോദരിമാർക്കും അമ്മമാർക്കും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും സൗജന്യമായി കേരളത്തിലെ KSRTC ബസ്സുകൾ യാത്ര ചെയ്യുവാനുള്ള അവസരം ഒരുക്കിയെടുക്കും എന്ന് ഞങ്ങൾ പ്രഖ്യാപനം നടപ്പാക്കാൻ വേണ്ടിയാണ്. വെറുതെ പിണറായി പറയുന്ന പ്രഖ്യാപനമല്ല ഞങ്ങൾ നടപ്പാക്കുന്നത്. ഞങ്ങൾ പറയുന്ന പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളാരും ഇവിടെ സ്ഥലത്തില്ല, എല്ലാവരും പോവുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന കുട്ടികൾ, അവിടെ പഠിക്കുവാൻ വേണ്ടി പോകുന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന മാർഗങ്ങളിലൂടെ അല്ല പുത്തൻ ഈ കാലഘട്ടത്തിന് അനുസൃതമായ കോഴ്സുകൾ പഠിച്ച് ജയിച്ച് അവർ കടന്നു വരികയാണ്. അതിന് ഇവിടെ തന്നെ അവസരം ഒരുക്കിയെടുക്കുക. ആ അവസരം ഒരുക്കിയെടുക്കുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെള്ളയായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് 1000 രൂപ വീതം സ്റ്റൈഫൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഓരോ മാസവും ആ സ്റ്റൈഫൻഡ് നൽകും. അതുകൂടാതെ പെൻഷൻ വാങ്ങുന്ന ആളുകളുള്ളത്. ഇവിടെ നമ്മുടെ പിണറായി വിജയൻ പ്രഖ്യാപിച്ച പെൻഷനല്ല. പിണറായി വിജയൻ പ്രഖ്യാപിച്ച പെൻഷൻ 2500 രൂപ ഞങ്ങൾ കൊടുത്തു. അവസാനം കൊടുത്തു, ഒരു 400 രൂപ കൂട്ടിക്കൊടുത്തു. കൂട്ടിക്കൊടുത്ത് മാത്രമല്ല, ആ കൂട്ടിക്കൊടുത്തത് 2000 രൂപ കൊടുത്തത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്നെ ഇരിക്കട്ടെ. ഞങ്ങൾ പറയുന്നു, UDF അധികാരത്തിൽ വരുമ്പോൾ 3000 രൂപ പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിച്ച് നടപ്പാക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. നമ്മുടെ ചെറുപ്പക്കാർ പഠിച്ചിറങ്ങി വരുമ്പോൾ അവർക്ക് ഇവിടെ തൊഴിൽ ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. 5 ലക്ഷം രൂപ വരെ പലിശരഹിതമായി ബാങ്കിൽ നിന്നും കൊടുക്കുവാനുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ UDFനെ സംബന്ധിച്ചിടത്തോളം UDF പ്രഖ്യാപിതമായി ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകുന്ന യാത്രയിൽ നിങ്ങളും പങ്കാളികളാകണം. ചടയമംഗലം നിയോജകമണ്ഡലവും അതിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കൈപ്പറ്റി ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ MM നസീറിന് നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കണം. ആ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനകളും ശ്രീ MM നസീറിനോടൊപ്പം ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ വളരെ വൈകിയാണെങ്കിൽ, എനിക്കറിയാം ഇവിടെ വന്നിട്ടുള്ള ഈ മലയോര മേഖലയിലുള്ള നിരവധി ആളുകൾ വന്നിട്ട് അവർ മടങ്ങിപ്പോയി എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മുരളി ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടു. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ് എന്നെനിക്ക് നല്ല ബോധമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അംഗീകരിച്ചിരിക്കുന്നു.
എന്തായാലും നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ ഏറെ സന്തോഷത്തോടും നിങ്ങളുടെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ്. ഈ തത്സമയവും